Morning. Welcome to the next chapter. Last we were discussing about very detail about the share capital and buyback of securities, which was a hectic topic. So now we have around 3 more chapters to cover. One is this legal status and types of companies. Next one is the very basic first chapter. And of course accounts and audit chapter. So these are the 3 more sessions we will have lined up today, tomorrow and tomorrow evening. If possible, by tomorrow evening we will close this batch. Coming to ഇനിയുള്ള ചാപ്റ്റേഴ്സ്, എസ്പെഷ്യലി ഈ ചാപ്റ്ററും തൊട്ടടുത്ത ചാപ്റ്ററും വളരെ ബേസിക്സ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. ഒരുപക്ഷെ നമ്മൾ കവർ ചെയ്ത് തലകുത്തിനാണ്, അറിയാമല്ലോ. ടോപ്പായിട്ടുള്ള പാർട്ട് ബി മുഴുവൻ കവർ ചെയ്തിട്ട് പാർട്ട് എയിൽ ടഫായിട്ടുള്ളത് ലൈക്ക് ഡിവിഡൻഡ് ചാർജ്, ഷെയർ ക്യാപിറ്റൽ, അതുപോലത്തെ കാര്യങ്ങൾ കവർ ചെയ്തു. പിന്നെ മെമ്പർഷിപ്പ്, ഷെയർ ഹോൾഡേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ കവർ ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഡെപ്പോസിറ്റ്സ് കവർ ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തലകുത്തിനെയാണ് നമ്മൾ നോക്കുന്നത്. സോ ഇറ്റ് വിൽ ഹാവ് എ ഗ്രേറ്റ് ഇമ്പാക്ട് ബിക്കോസ് ഇതൊക്കെ വളരെ എളുപ്പമായിട്ട് തോന്നും. എക്സെപ്റ്റ് ദാറ്റ് ബൈ ബാക്ക് സ്റ്റഫ് ക്ലാസ് ഡിസ്കസ് ചെയ്ത് അത് കുറച്ച് ക്വാളിറ്റി ഉള്ളതാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് വളരെ ലെഷറായിട്ട് കേട്ടുകൊണ്ടിരിക്കാം. ബിക്കോസ് വളരെ എളുപ്പമുള്ള ഏരിയസാണ്, ബേസിക്സ് ആയിട്ടുള്ള ഏരിയസാണ്. പക്ഷേ എപ്പോഴും ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിക്കുന്ന ഏരിയസാണ്. കാരണം ഇനിഷ്യൽ ചാപ്റ്റേഴ്സിൽ നിന്നായിരിക്കും ആദ്യം ക്വസ്റ്റ്യൻസ് വരുന്നത്, ആദ്യത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം. അതുകൊണ്ട് ഈ വരുന്ന സെഷൻസിലുള്ളതായിരിക്കും ഇനിഷ്യൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. സോ എൻ്റെ അഭിപ്രായത്തിൽ അന്നന്ന് പഠിപ്പിക്കുന്നത് ഈ പറയുന്ന വീക്കെൻഡ് കൊണ്ട് തന്നെ ഇത് പഠിച്ചു തീർക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂലുള്ള പഠനം തുടങ്ങാം. ബിക്കോസ് ഇനിയും ഹാർഡ്ലി 15 ഡേയ്സേ ഉള്ളൂ, 10 to 15 ഡേയ്സ് ഹാർഡ്ലി. സോ ഇപ്പോൾ എഴുതുന്നവരാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി. അപ്പോൾ ലീഗൽ സ്റ്റാറ്റസ് ആൻഡ് ടൈപ്സ് ഓഫ് കമ്പനീസ് ആണ് നോക്കാൻ പോകുന്നത്. നല്ലൊരു ശതമാനം കാര്യങ്ങൾ ബേസിക്സ് ആണ്, നിങ്ങൾക്ക് ഒരുപാട് അറിയാമെന്നുള്ളതാണ്. നമ്മൾ പഠിച്ച ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചാപ്റ്ററാണ് മെമ്മറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. അത് ഭയങ്കര വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. ഞാൻ പഠിപ്പിച്ചപ്പോഴേ പറഞ്ഞു ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നതാണ് അതിൻ്റെ അകത്ത്. അപ്പോൾ ഇതിലും ഇതുപോലെ കുറേ കാര്യങ്ങൾ ബേസിക്സ് ആയിട്ടുള്ളതാണ്. ബേസിക്സ് ചാപ്റ്റേഴ്സിന് വളരെ വെയിറ്റേജ് കൂടുതലാണ്. പഠിപ്പിക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്ത് ചോദിക്കുക. സോ ദാറ്റ് നമുക്ക് അത് വളരെ പ്ലീസിങ് ആയിട്ട്, ഇനിയിപ്പം കൺഫ്യൂസ് ചെയ്യുന്നത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയും നമുക്കില്ല. അത് നമുക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കവർ ചെയ്യാൻ പറ്റും. സോ ഈ റിക്വയർ 100% അറ്റൻഡൻസ് കേട്ടുകൊണ്ടിരിക്കുക, പഠിക്കുക. അപ്പോൾ രസകരമായിട്ട് തോന്നുന്നു. നമ്മൾ ഇനിയാണ് ആക്ച്വലി കമ്പനിയെ ഒരു ഒഫീഷ്യൽ കാര്യങ്ങളൊക്കെ നോക്കാൻ പോകുന്നത്. നമ്മൾ ബോർഡ് മീറ്റിങ്ങും EGM എല്ലാ കോംപ്ലിക്കേറ്റഡ് ഏരിയസും കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഇതൊരു രീതിയാണ് പഠിക്കുന്നത്. ഞാൻ പൊതുവെ അഡോപ്റ്റ് ചെയ്യുന്ന രീതിയാണ്. മറ്റത് തലകുത്തിനാവുമ്പോൾ ബേസിക്സിൽ ഒരുപാട് സമയം നമ്മൾ ചിലവാക്കുകയും, ഇതിപ്പോൾ ഇനി ബേസിക്സ് വളരെ സിമ്പിളാണ്. അതാണ് നേരെ തിരിച്ചു വരുമ്പോൾ ടഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. അതുകൊണ്ട് 85-90 സെക്ഷൻസ് നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. കുട്ടികളെ കമ്പനി എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ഇനിഷ്യൽ ക്ലാസ്സസിൽ പറഞ്ഞിട്ടുള്ളതാണ്. Company is a voluntary association of persons, coming together to do a specific business by contributing capital and registering the organization under the Companies Act. ഇതാണ് കമ്പനി. കുറേ ആൾക്കാർ ചേർന്ന് വോളണ്ടറി ആയിട്ട് ഒരു സംരംഭം ചെയ്യാൻ വരികയും, പ്രിഫറബിളി കമേഴ്സ്യൽ ആയിട്ടുള്ള പ്രോഫിറ്റ് മേക്കിങ്ങിന് ഉദ്ദേശത്തോടു കൂടി വരികയും, അതിനു വേണ്ടിയുള്ള ധനം ക്യാപിറ്റൽ ഓരോരുത്തരും കോൺട്രിബ്യൂട്ട് ചെയ്യും. ഓരോരുത്തർ ഷെയർ ഹോൾഡർ എന്ന് പറയും. ഈ ക്യാപിറ്റൽ കളക്ട് ചെയ്ത് വെച്ച് അതിന് ഇൻവെസ്റ്റ് ചെയ്ത് ഒരു സംരംഭം ചെയ്യുകയും അതിൽ നിന്നുണ്ടാകുന്ന ലാഭവിഹിതം ഡിവിഡൻ്റായിട്ട് എടുക്കുന്ന ഒരു ലീഗൽ എൻറ്റിറ്റിയാണ് നമ്മൾ കമ്പനി എന്ന് പറയുന്നത്. ഈ കമ്പനി എന്ന വാക്ക് കമ്പനി സെക്രട്ടറിമാരുടെ കേസിലും നമ്മളെ നോമിക്കൽച്ചറിൽ തന്നെ കമ്പനി സെക്രട്ടറി എന്നാണ്. അതുപോലെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ പഠിക്കുമ്പോൾ ഡെയിലി എത്രയോ പ്രാവശ്യം വായിച്ചു കേൾക്കുന്നൊരു വാക്കാണ് കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കമ്പനി എന്ന് പറഞ്ഞ വാക്ക് കംപാനീസ് എന്ന് പറയുന്ന 2 വാക്കുകളുടെ ഒരു ചേർന്നുള്ള വാക്കിനാണ് കമ്പനി എന്ന് പറയുന്നത്. കം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടുഗദർ എന്നാണ്, വിത്ത് ഓർ ടുഗദർ, കൂടെ നിൽക്കുക. പാനീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെഡ് എന്നാണ്. അപ്പോൾ ഈ ഒരു കംപാനീസ്, ഈ 2 വാക്കിൽ നിന്നുമാണ് കമ്പനി എന്ന വാക്ക് ഡിറൈവ് ചെയ്യുന്നത്. ലാറ്റിൻ ടേമാണ് കംപാനീസ്. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർ ചേർന്ന് ഒരു സ്ഥലത്തിരുന്ന് ഒത്തിച്ചിരുന്ന് പല കാര്യങ്ങൾ ചർച്ച ചെയ്ത് ബ്രെഡ് കഴിക്കുന്ന ഒരു സങ്കല്പത്തിൽ നിന്നാണ് ഈ കമ്പനി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ടാകുന്നത്. ഇപ്പോൾ നിങ്ങളുടെ നാട്ടിൽ, എൻ്റെയൊക്കെ നാട്ടിലുണ്ട്, നിങ്ങളുടെ നാട്ടിൽ ശ്രദ്ധിച്ചിട്ടുള്ള ഈ കവലകളുണ്ടല്ലേ, വൈകിട്ട് എസ്പെഷ്യലി അല്ലെങ്കിൽ രാവിലെ കുറേ ആൾക്കാർ
ഒരു ബെഞ്ചിൻ്റെ പുറത്തിരുന്ന് ചായയും കുടിച്ച് പല പല കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കും. അപ്പോൾ അങ്ങനെ സംസാരിക്കുന്നതിനുണ്ടാവുന്ന ഒരു ഔട്ട്പുട്ടാണ് ഒരു സംരംഭം തുടങ്ങാം എന്നുള്ളത്. അപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കമ്പനി എന്ന് പറയുന്ന സംഭവം ഒരു ശരിക്കും ഒരു 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 കൂടെ ഇരുന്ന് എല്ലാവരും കൂടെ ഇരുന്ന് ഒത്തിച്ചിരുന്ന് ഒരു ബിസിനസ്സിനെ കുറിച്ച് സംസാരിച്ച് വരുന്നതിനെയാണ് നമ്മൾ കമ്പനി എന്ന് പറയുന്നത്. അവിടെ നിന്നാണല്ലോ കമ്പനികൾ തുടങ്ങണമെന്നും പല പല ആശയങ്ങൾ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങണമെന്നും തീരുമാനിക്കും പല കാര്യങ്ങളും. ഇപ്പോൾ നമ്മളിപ്പോൾ ന്യൂ ജനറേഷൻ ആൾക്കാരൊക്കെ തന്നെ സംരംഭങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ കൗടിയാർ നോക്കി അറിയാൻ പറ്റും. കോഫി ഡേ എന്നൊരു കടയുണ്ട് അല്ലേ, CDS കോഫി ഡേ, കഫേ കോഫി ഡേ, അതുപോലെ ഒരുപാട് സബ്വേ ഉണ്ട്. പണ്ടൊക്കെ ഈ ആംബ്രോസിയ എന്നൊരു അവിടെ പോയിരിക്കും, മ്യൂസിയത്തിൽ പോയിരിക്കും. പല ആശയങ്ങളും സ്റ്റാർട്ടപ്സ് ഉണ്ടാവുന്ന അങ്ങനെയാണ്. എവിടെയെങ്കിലും പോയിരുന്ന് ചായയും കുടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് ആണ് അവിടെ നിന്നാണ് അത് ത്രെഡ് വരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ കമ്പനി എന്ന് പറയുന്ന വാക്ക്, കമ്പാനീസ് ഒത്തിച്ചിരുന്ന് ബ്രെഡ് കഴിക്കുക. ഇപ്പോൾ ഈ ഒരു ഉദാഹരണം പറഞ്ഞപ്പോൾ ജാവ എന്നൊരു കമ്പനി ഉണ്ട്, അറിയാലോ. ജാവ എന്ന് പറയുന്നത് ഇൻ്റർനെറ്റിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനപരമായ സോഫ്റ്റ്വെയറാണ് ജാവ, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അത് ഈ പറഞ്ഞ പോലെ ഒരു നദീക്കരയിൽ നിന്നും കുറേ ആൾക്കാർ, കുറച്ച് ഫ്രണ്ട്സ് ഇരുന്ന് കോഫി കുടിച്ച് അവിടെ നിന്നാണ് ആ ചർച്ച ഉണ്ടാവുന്ന പറയുന്നത്. ആ നദിയുടെ പേരാണ് ജാവ. അങ്ങനെയാണ് ആ സോഫ്റ്റ്വെയറിന് അല്ലെങ്കിൽ ആ പ്രോഗ്രാമിങ്ങിന് ജാവ എന്ന് പേരിട്ടുന്നത്. ഇപ്പോൾ വേൾഡിലെ ഏത് ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ ജാവ പ്രോഗ്രാമിംഗ് ചെയ്തേ പറ്റും. അങ്ങനെയാണ് നമ്മൾ കമ്പനി എന്ന് പറയുന്നത്. ഇതിനൊരു നാട്ടുമ്പുറ ശൈലിയുണ്ട്. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഈ ജോലിയൊക്കെ ഒന്നുമില്ലാതെ ഈ കോളേജിൽ പഠിച്ച് നടക്കുന്ന ഒരു ഊണ് കഴിക്കാൻ വിളിക്കുമ്പോൾ താമസിച്ച് വരും അല്ലേ, വൈകിട്ട് കാണൂല, രാവിലെ ക്രിക്കറ്റ് എന്ന് പറഞ്ഞ് കൊണ്ടുപോകും. അപ്പോൾ അവിടുത്തെ അമ്മൂമ്മമാരും അച്ഛനമ്മയും വയസ്സായ ആൾക്കാരൊക്കെ പറയുന്നതാണ്, എൻ്റെ മോൻ കമ്പനി അടിച്ചടക്കണം എന്ന് പറയും അല്ലേ. സൗമ്യ ശരിയല്ലേ, കമ്പനി അടിച്ചടക്കാന്ന് പറയും അല്ലേ. അപ്പോൾ നമ്മളൊക്കെ പറയും നശിച്ചു പോകത്തുള്ളൂ, ചുമ്മാ കമ്പനി അടിച്ചടക്കണം, കമ്പനി അടിച്ചടക്കുക. ആക്ച്വലി നമ്മൾ ആലോചിച്ച് നോക്കി, ഇത്രയും വലിയ കമ്പനിയിലോ എന്ന് അവർ കേട്ടിട്ടുമില്ല. അമ്മൂമ്മമാരോ നാട്ടിലെ അച്ഛനമ്മയോ ഒന്നും ഇത് കേട്ടിട്ടില്ലെങ്കിൽ അവർ പറയുന്നുണ്ട് കമ്പനി അടിച്ചടക്കണമെന്നാണ്. ഇവൻ ചുമ്മാ കമ്പനി അടിച്ചടക്കണമെന്ന് പറയും. അപ്പോൾ കൊണ്ടോ ഈ കമ്പനി എന്ന് പറയുന്ന വാക്കെന്ന് പറയുന്നത് ശരിക്കും നാട്ടിൻപുറത്ത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഈ കമ്പനി ലോയൊക്കെ, ഈ കമ്പനി ലോ ഒന്നും അവർ കേട്ടിട്ടില്ലെങ്കിൽ പോലും അവർ പറയുന്ന വാക്കാണ് കമ്പനി അടിച്ചടക്കുക. അപ്പോൾ അതിനകത്ത് വെച്ചാൽ കൂട്ടത്തോടുകൂടി വോളണ്ടറി ആയിട്ട് ഇങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് നടക്കുന്നതിനെയാണ് നമ്മൾ കമ്പനി എന്ന് പറയും. ഞാൻ ചുമ്മാ അതിൻ്റെ വിവിധ വശങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ടെക്നിക്കലി സ്പീക്കിംഗ് കമ്പാനീസ് എന്ന് പറയുന്ന രണ്ട് ലാറ്റിൻ ടേമിൽ നിന്നാണ് കൂടെ ഇരുന്ന് ബ്രെഡ് ഷെയർ ചെയ്ത് കഴിക്കുന്ന ഒരു കൺസെപ്റ്റിൽ നിന്നാണ് ഈ കമ്പനി എന്ന് പറയുന്ന വരുന്നത്. അപ്പോൾ നമ്മളെ ആസ്പെക്റ്റ് നോക്കുമ്പോൾ കുറേ ആൾക്കാർ വീണ്ടും പറയുന്നത് അത് തന്നെയാണ്, വോളണ്ടറി ആയിട്ട് വന്ന് ഒത്തിച്ചിരുന്ന് ഒരേ ഉദ്ദേശത്തോടുകൂടി ഒരേ മനസ്സോടുകൂടി പല ബിസിനസ് സംരംഭങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുകയും ലാസ്റ്റിലൊരു സംരംഭം തുടങ്ങാൻ തീരുമാനിക്കുകയും അതിനുവേണ്ടിയുള്ള പൈസ ക്യാപിറ്റലായിട്ട് ഓരോരുത്തർ കൊണ്ടുവരാൻ തീരുമാനിക്കുകയും അങ്ങനെ അവിടെ നിന്ന് പൈസ ചിലവാക്കി ഒരു ബിസിനസ് തുടങ്ങുന്നതിനാണ്. അപ്പോൾ ഇതാണ് നമ്മളിവിടെ കമ്പനി എന്ന് പറയുന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതെന്തായാലും അതൊരു നല്ലൊരു ഇൻപുട്ടാണ്. അപ്പോൾ ഒരു ബോഡി കോർപ്പറേറ്റ് എന്ന് പറയുന്നുണ്ട്. ബോഡി കോർപ്പറേറ്റ് എന്ന് നമ്മൾ പൊതുവെ പറയും. ബോഡി കോർപ്പറേറ്റ് എന്ന് വെച്ചാൽ എല്ലാവരും കൂടെ ഒറ്റ മനസ്സായിട്ട് ഒരു ബോഡിയായിട്ട് ഒത്തിച്ച് ഒരു ക്ലൗഡായിട്ട് വരികയും അതിനെ നമ്മളൊരു ക്ലോത്തിങ് പറയത്തില്ല, എല്ലാവരും ഒരുപോലെ ചിന്തിക്കുന്നു. ഇപ്പോൾ ഫിലിമൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കണ്ടില്ല, ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഒരു 10-40 ദിവസം ഡയറക്ടറും പ്രൊഡ്യൂസറും ലൈറ്റ് മാനും ആക്ടേഴ്സും സൗണ്ട് എഞ്ചിനീയേഴ്സും എല്ലാവരും കൂടെ ചേർന്ന് ഒരു മനസ്സോടുകൂടിയാണ് ഒരു പ്രോജക്റ്റ് അവർ ചെയ്യുന്നത്. അപ്പോൾ അതൊരു ശരിക്കും പറഞ്ഞ ശരിക്കും ഒരു ബോഡി കോർപ്പറേറ്റ്, അവരെല്ലാവരും കൂടെ ഒരു ഒറ്റ ബോഡിയായിട്ട് എന്ത് ചെയ്യുന്നു, അവർ കളക്ട് ചെയ്ത് പോകും. അപ്പോൾ ഇവിടെ ബോഡി കോർപ്പറേറ്റ് എന്ന് പറയാൻ നമ്മളതിലോട്ട് വരും, ഒരുപാട് ഡിസ്കഷൻസ് ഉണ്ട്. നമ്മളിവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കമ്പനിയെ രജിസ്റ്റർ ചെയ്യും നമ്മൾ അല്ലേ. ഈ സ്ഥാപനത്തിന് ഈ കമ്പനി അടിച്ചടക്കുന്ന ഈ സംരംഭത്തിന് നമ്മൾ രജിസ്റ്റർ ചെയ്യും കമ്പനീസ് ആക്ടിൽ. ഇപ്പോഴാണെങ്കിൽ 2013 ആക്ട്, പണ്ട് 1956 ആക്ട് ഒക്കെ അതിൽ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ, ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ ഈ കമ്പനി ഒരു പ്രത്യേക വ്യക്തിയാവുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ ഇമ്പാക്റ്റ്. കമ്പനി പ്രത്യേക ഒരു മനുഷ്യനാവും, പ്രത്യേക ഒരു മനുഷ്യൻ ഉദ്ദേശിക്കുന്നത് പേഴ്സണാലിറ്റി ആവും. അപ്പോൾ ഞാൻ എപ്പോഴും പല ക്ലാസ്സിലും പറയുന്നതാണ്, 10 പേര് ചേർന്ന് ഒരു കമ്പനി തുടങ്ങിയാൽ അവിടെ എത്ര പേരായി? ആദ്യത്തെ ഇപ്പോൾ മൊത്തം എത്ര പേരുണ്ട്? 10 പേര് ചേർന്ന് ഒരു കമ്പനി തുടങ്ങിയാൽ മൊത്തം ഇപ്പം എത്ര പേരുണ്ട്? 11 പേര് അല്ലേ. 11 പേര്. കാരണം 10 പേര് ചേർന്ന് ഒരു കമ്പനി തുടങ്ങിയാൽ 10 പേര് പ്രൊമോട്ടേഴ്സാണ്, ഷെയർ ഹോൾഡേഴ്സാണ്, മെമ്പേഴ്സാണ്. അവർ ചേർന്ന് ഒരു കമ്പനി തുടങ്ങാമെന്ന് രജിസ്റ്റർ ചെയ്യുമ്പോൾ അവിടെ ഒരാളൂടെ ജനിക്കും. അതാണ് ലീഗൽ പേഴ്സണാലിറ്റി, അതാണ് കമ്പനി. സോ വൺസ് യു രജിസ്റ്റർ എ കമ്പനി ഇറ്റ് ബിക്കം എ സെപ്പറേറ്റ് ബോഡി കോർപ്പറേറ്റ് അപ്പാർട്ട് ഫ്രം ദ മെമ്പേഴ്സ്. അപ്പോൾ അതുകൊണ്ട് ഇത് എപ്പോഴും മനസ്സിൽ വെച്ചേക്കുക. കമ്പനി ലോയെ ബേസിക്സ് അറിയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു ഫോർമുലയാണ്, 10 പേര് ചേർന്ന് കമ്പനി തുടങ്ങിയാൽ 10 പേരേ ഉള്ളൂ.
പക്ഷെ വൺസ് യു രജിസ്റ്റർ എ കമ്പനി, യു ഹാവ് ഗിവൺ എ യു ഹാഡ് ക്രിയേറ്റഡ് എ ലീഗൽ പേഴ്സൺ. ഒരു പുതിയൊരു ലീഗൽ പേഴ്സൺ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അവിടെ മൊത്തം 11 പേരുണ്ട്. 10 പേരെ കണ്ണിൽ കാണാൻ പറ്റും, 11ാമത്തെ ആളെ കണ്ണിൽ കാണാൻ പറ്റത്തില്ല. അതൊരു ലീഗൽ ഫിക്ഷനാണ്, ലീഗൽ പേഴ്സണാലിറ്റിയാണ്, ആർട്ടിഫിഷ്യൽ പേഴ്സണാണ്. നമ്മളെപ്പോലെ തന്നെ അതിന് വസ്തുക്കൾ ഓൺ ചെയ്യാനും അതിൻ്റെ പേരിൽ കേസ് കൊടുക്കാനും അതിൻ്റെ പേരിൽ നടപടികൾ എടുക്കാനും ഓപ്പറേഷൻസ് ചെയ്യാനും പറ്റുന്ന ഒരു ലീഗൽ പേഴ്സണാലിറ്റിയാണ്. പക്ഷേ ഈ പറഞ്ഞ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ മറ്റുള്ള ഫീലിങ്സും മറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. യു കനോട്ട് സീ ഹിം, യു കനോട്ട് ടച്ച് ഹിം, ബട്ട് അറ്റ് ദ സെയിം ടൈം ദർ ഇസ് എ പേഴ്സൺ ഇൻ ദ ഐസ് ഓഫ് ലോ. അപ്പോൾ ഇതാണ് ഇതിനെ ബോഡി കോർപ്പറേറ്റ് എന്ന് വിളിക്കാൻ കാര്യം. അപ്പോൾ വോളണ്ടറി ആയിട്ട് എല്ലാവരും കൂടെ ചേർന്ന് ഒരു ബിസിനസ് തുടങ്ങിയിട്ട് അതിന് കമ്പനി രജിസ്റ്റർ ചെയ്യും. ഒരാൾക്ക് നിങ്ങൾ ജന്മം കൊടുക്കുന്നു in a fiction way, because it is a separate legal personality. It is a different body corporate. ഒരു ബോഡിയാണ്, പക്ഷെ അത് കോർപ്പറേറ്റ് ക്ലോത്തിങ്, കോർപ്പറേറ്റ് എന്നാണ് കവചത്തിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു 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 സംരംഭമാണ്. സോ ദിസ് ഈസ് കോൾഡ് എസ് എ ബോഡി കോർപ്പറേറ്റ്. ഓക്കെ, ഔദ്യോഗിക ഡെഫിനിഷൻ സെക്ഷൻ 2(20) ഇതാണ് കമ്പനീസ് ആക്ടിലെ കമ്പനിയുടെ ഡെഫിനിഷൻ. പ്രത്യേകിച്ച് വലിയ മീനിങ് ഒന്നുമില്ല. കമ്പനി മീൻസ് എ കമ്പനി ഇൻകോർപ്പറേറ്റ് അണ്ടർ ദ കമ്പനീസ് ആക്ട്, ദിസ് ആക്ട് ഓർ അണ്ടർ എനി പ്രീവിയസ് കമ്പനി ലോ. ഇപ്പോൾ ഇരിക്കുന്ന കമ്പനീസ് ആക്ട്, അതായത് 2013 ആക്ടോ അല്ലെങ്കിൽ പഴയ പ്രീവിയസിൽ ഇന്ത്യയിലുണ്ടായിരുന്ന ഏതെങ്കിലും ആക്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളെയാണ്, കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളെയാണ് കുട്ടികളെ നമ്മൾ കമ്പനി എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് ദറ്റ് ഈസ് നത്തിങ്. അപ്പോൾ കമ്പനിയാണോ അല്ലേ എന്ന് തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ അത് കമ്പനീസ് ആക്ടിൽ രജിസ്റ്റർ ചെയ്യണം. കമ്പനീസ് ആക്ട് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ സെപ്പറേറ്റ് പേഴ്സണാലിറ്റിയും ബോഡി കോർപ്പറേറ്റും ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പല ഫീച്ചേഴ്സും ഒരു കമ്പനിക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് കമ്പനി ഷുഡ് ബി ഓൾവേസ് രജിസ്റ്റേർഡ് അണ്ടർ ദ കമ്പനീസ് ആക്ട്. വൺസ് യു രജിസ്റ്റർ അണ്ടർ ദ കമ്പനീസ് ആക്ട്, യു വിൽ ബി ഒഫീഷ്യലി കോൾഡ് for all legal purposes a company. So 2(20) a company means a company registered under the present act or the any earlier law. So it's as good as that. 2(20) ലൈബ്രറിയിൽ എഴുതുക. ഒരുപാട് ഡിസ്കഷൻസ് ഇനി അങ്ങോട്ട് നമ്മൾ വളരെ ബേസിക്സ് ആണ് ഞാൻ പറഞ്ഞത്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ടേക്ക് ചെയ്യാൻ പറ്റും, ബിക്കോസ് നിങ്ങൾക്ക് എല്ലാ അതിൻ്റെ കാര്യങ്ങളും വശങ്ങളും അറിയാം. അതുകൊണ്ട് ഇനി എളുപ്പമാണ് പഠിക്കാൻ. കമ്പനി ജസ്റ്റിസ് ഡിൻഡ്ലെ അദ്ദേഹത്തിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റിൽ കമ്പനിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നതിനെ കുറിച്ചാണ്. an association of many persons who contribute money or money's worth to a common stock and employ it in some trade or business and who share the profit and loss. നമ്മൾ നേരത്തെ പറഞ്ഞാണ്, കുറേ ആൾക്കാർ ചേർന്ന് സംരംഭം തുടങ്ങി അതിൻ്റെ അകത്ത് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ആ ബിസിനസ് ചെയ്യുന്നു, ഒരു കമേഴ്സ്യൽ ആക്ടിവിറ്റി ചെയ്യുന്നു. അതിൽ നിന്ന് ലാഭം ഉണ്ടെങ്കിൽ അതിന് വിഹിതമായിട്ട് ഡിവിഡൻ്റായിട്ട് ഷെയർ ചെയ്തു. ഇത്തരം കൂട്ടായ്മകളാണ് നമ്മൾ കമ്പനി എന്ന് വിളിക്കുന്നത്. കമ്പനി എന്ന് പറയുന്നത് മെമ്പേഴ്സിൻ്റെയാണ്, ഷെയർ ഹോൾഡേഴ്സിൻ്റെയാണ്. അവരാണ് പൈസ ചിലവാക്കിയിരിക്കുന്നത്. സോ ആയിട്ടും അവർക്ക് അതിൻ്റെ ലാഭവിഹിതം കിട്ടുമ്പോൾ അവർ ഷെയറായിട്ട് അതിനെ പൈസയായിട്ട് ഡിവിഡൻ്റ് എടുക്കും. ഓരോരുത്തരും ഇടുന്ന ക്യാപിറ്റലിൻ്റെ പങ്കിനെയാണ് നമ്മൾ ഷെയർ എന്ന് പറയുന്നത്. നമ്മൾ ഷെയർ ക്യാപിറ്റലുള്ള ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓരോരുത്തരും എത്രയാണോ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അത് അവരുടെ ഷെയറാണ്, അവരുടെ ഷെയർ ക്യാപിറ്റലിൻ്റെ പോർഷനാണ്, അവർ ഷെയർ ഹോൾഡറാണ്. പിന്നെ ഷെയർ ഹോൾഡേഴ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണ്. സെക്ഷൻ 44 പ്രകാരം ഷെയർ ട്രാൻസ്ഫറബിൾ ആണ്. എൻ്റെ ഷെയർ സ്വാമിക്ക് ട്രാൻസ്ഫർ ചെയ്യാം, സൗമ്യ പ്രദീപിന് ട്രാൻസ്ഫർ ചെയ്യാം, പ്രദീപിന് ആദ്യം ട്രാൻസ്ഫർ, ആദ്യക്ക് നന്ദിനി ട്രാൻസ്ഫർ, നന്ദിനിക്ക് സഞ്ജു ട്രാൻസ്ഫർ ചെയ്യാം, ഗായത്രി ട്രാൻസ്ഫർ, പ്രദീപ് ട്രാൻസ്ഫർ, എനിബഡി ബിക്കോസ് ഇറ്റ് ഈസ് ആസ് ഗുഡ് ആസ് ഫ്രീലി ട്രാൻസ്ഫറബിൾ ഇൻസ്ട്രുമെൻറ്റ്, സോ യു ക്യാൻ ഓൾസോ ട്രാൻസ്ഫർ. സോ ഇതാണ് കമ്പനിയുടെ ബേസിക്സ്. എനിക്ക് തോന്നുന്നു നിങ്ങളിപ്പോൾ ഇവരോട് പറഞ്ഞു, അതായത് ഇതൊക്കെ തന്നെയാണ് നമ്മൾ കുറേ കാലം കൊണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് ക്ലിയർ. ഇപ്പോൾ പറഞ്ഞതിനെ കുറച്ചുകൂടി ഷാർപ്പായിട്ട് പറഞ്ഞെന്നുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ ജുറിഡിക്കൽ പേഴ്സൺ. കമ്പനി രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ ഫോർമുല മറക്കരുത്, 10+1 = 11. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ ഇൻ്റർപ്രിട്ടേഷൻ. 10 പേര് ചേർന്ന് കമ്പനി തുടങ്ങുമ്പോൾ നിങ്ങൾ വേറൊരു ലീഗൽ പേഴ്സണാലിറ്റിയും കൂടെ കൊണ്ടുവരുന്നു. വൺസ് എ കമ്പനി ഈസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ദ ഐസ് ഓഫ് ലോ, ദെയർ എക്സിസ്റ്റ് എ ന്യൂ പേഴ്സൺ, എ ന്യൂ ലീഗൽ പേഴ്സൺ, ന്യൂ ജുറിഡിക്കൽ പേഴ്സൺ who is capable of owning property in its own name, who can sue, who has limited liability, who have perpetual succession, whose share can be transferred, and all the features of a company will be vested on him. That is the company. And as always I say, company is created by law. കമ്പനിയെ രജിസ്റ്റർ ചെയ്തുണ്ടാക്കിയിരിക്കുന്ന ഒരു ലീഗൽ ബോഡിയാണ്. അതുപോലെ തന്നെ കമ്പനിയുടെ ലൈഫ് എൻഡ് ചെയ്യണമെങ്കിൽ തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ അതിനൊരു വൈൻഡിങ് പ്രോസസ്സ് യൂസ് ചെയ്ത് പ്രോപ്പറായിട്ട് മാത്രമേ എൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്കൊരിക്കലും തന്നെ കമ്പനി തുടങ്ങിയിരിക്കുന്ന ഈ ആൾക്കാരുടെ ലൈഫിനെ ബന്ധപ്പെടുത്തിയല്ല കമ്പനി ഇരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ 10+1, 10 പേര് ചേർന്ന് ഒരു കമ്പനി തുടങ്ങി, 11 പേരായി. അൺഫോർച്ചുനേറ്റ്ലി 10 പേര് മരണപ്പെട്ടു പോയി. എങ്കിലും അവിടെ ആരുണ്ട്? കമ്പനിയുണ്ട്.
ഈ 10 പേരിൽ ഓരോരുത്തരും പിണങ്ങി ഓരോരുത്തരും റിസൈൻ ചെയ്ത് പോയി, അല്ലെങ്കിൽ അവർ കളഞ്ഞിട്ട് പോയി, സറണ്ടർ ചെയ്തിട്ട് പോയി ഷെയർ, എങ്കിലും അവിടെ കമ്പനിയുണ്ട്. ഈ 10 പേർക്ക് എന്ത് സംഭവിച്ചാലും നിങ്ങൾ ലീഗലി ക്രിയേറ്റ് ചെയ്ത കമ്പനി എന്ന് പറയുന്ന ലീഗൽ സെപ്പറേറ്റ് പേഴ്സണാലിറ്റി അവിടെ ഉണ്ട്. അതിനെ നിയമപരമായിട്ടൊരു പ്രോസസ് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതിന് ലൈഫ് എൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ദ ലൈഫ് ഓഫ് ദ കമ്പനി ഈസ് നോട്ട് ഡിപ്പെൻഡൻറ്റ് അപ്പോൺ ദ ലൈഫ് ഓഫ് ദ പേഴ്സൺസ് ഹു ഹാസ് ക്രിയേറ്റഡ് ദ കമ്പനി. ഓക്കെ, സോ ഇതാണ് അതിന് ആർട്ടിഫിഷ്യൽ ജുറിഡിക്കൽ പേഴ്സൺ എന്ന് പറയാൻ കാര്യം. ഒന്നുകൂടി പറയാം, എ കമ്പനി ഈസ് ക്രിയേറ്റഡ് ബൈ ലോ ആൻഡ് ഇറ്റ് ക്യാൻ ബി ക്ലോസ്ഡ് ഓർ ബൗണ്ട് അപ്പ് only by law. And company is a separate person, and the members who form the company is separate persons. And the company's life is not depending upon the lifespan of the members promoted it, because company is being created by law, by the fiction of the law, by incorporating that into the Companies Act. And if you want to close that company, follow the procedures for winding up and the so-called procedures you have to follow, and ultimately company life will allow. I hope it is clear. Okay. Any clarification, please stop me and ask. No issue. Now we will dwell on some basic features of a company. Even though we would question being a student of executive program, you are supposed to just have a knowledge about all these, features of a company, characteristics of a company. I hope you know all these things. But still, I will give some clarification because there is some important area which questions may be asked. ആദ്യത്തെ കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി, ഇതാണ് നമ്മൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം. കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി എന്ന് വെച്ചാൽ 11ാമത്തെ ആൾക്ക് പ്രത്യേക ഒരു പേഴ്സണാലിറ്റി ഉണ്ട്, അദ്ദേഹം വേറെയാണ് അല്ലേ. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് പേരുണ്ട്, കമ്പനിക്ക് ഒരു പേരുണ്ട്, സ്വന്തമായിട്ട് ഒരു അഡ്രസ്സുണ്ട്, രജിസ്റ്റേർഡ് ഓഫീസുണ്ട്, സ്വന്തമായിട്ട് മൂലധനം ക്യാപിറ്റൽ ഉണ്ട്, ലയബിലിറ്റി ഉണ്ട്, സ്വന്തമായിട്ടൊരു ഉദ്ദേശമുണ്ട്. ഇറ്റ് ഹാസ് സെപ്പറേറ്റ് ഒബ്ജക്റ്റീവ് ആൻഡ് ഇറ്റ് ഈസ് ബീൻ റിട്ടൺ ഇൻ ദ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ ഒബ്ജക്ട് ക്ലോസ്. ഇറ്റ് ക്യാൻ ഓൺ പ്രോപ്പർട്ടി ഇൻ ഇറ്റ്സ് ഓൺ നെയിം, ഇറ്റ് ക്യാൻ സ്യൂ ആൻഡ് ബി സ്യൂഡ് ഇൻ ഇറ്റ്സ് ഓൺ നെയിം. അപ്പോൾ അത് നിങ്ങളെപ്പോലെ തന്നെ ഒരു വ്യക്തിയാണ്, നിങ്ങൾ ഹ്യൂമൻ പേഴ്സണാലിറ്റിയാണ്, മറ്റത് കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി. നിങ്ങളെ തൊടാൻ പറ്റും, അവരെ തൊടാൻ പറ്റത്തില്ല, നിങ്ങളെ സെൻസ് ചെയ്യാൻ പറ്റും, അതിന് സെൻസ് ചെയ്യാൻ പറ്റത്തില്ല. ഹ്യൂമനുള്ള ബേസിക് ആയിട്ടുള്ള ക്വാളിറ്റീസ് മാറ്റി വെച്ചെന്നുണ്ടെങ്കിൽ മറ്റേ കമ്പനി എന്ന് പറയുന്നത് ലീഗലി നോക്കുമ്പോൾ ഒരു കോർപ്പറേറ്റ് പേഴ്സണാണ്, ഒരു വ്യക്തിയാണ്. അതിന് പ്രത്യേക ബിൽ ബുക്കുണ്ട്, പ്രത്യേക രജിസ്റ്റർ ഓഫീസുണ്ട്, പ്രത്യേക അഡ്രസ്സുണ്ട്, പ്രത്യേക സീലുണ്ട്, ആൻഡ് ഓൾ ദ തിങ്സ് as a legal person it enjoys. So that is called as a corporate personality. So അതിവിടെ പറയുന്നുണ്ട് it can borrow money അല്ലേ, അതിന് സ്വന്തം പേരിൽ ലോൺ എടുക്കാം, അതിൻ്റെ സ്വന്തം പേരിൽ അതിന് ഇൻവെസ്റ്റ് ചെയ്യാം, സ്വന്തം പേരിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അതിന് വേണമെന്നുണ്ടെങ്കിൽ മറ്റുള്ള കമ്പനികളുടെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതിന് 50% മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് സബ്സിഡറി കമ്പനി ആവും, 20% മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മറ്റേ കമ്പനി അസോസിയേറ്റ് കമ്പനിയാവും. ഇങ്ങനെ നമുക്ക് you can populate the company in different ways, different structures, different form. So it's as good as saying that it's as good as a human person, except few things. Okay. So പറയുന്നുള്ളൂ. And whenever we talk about separate personality, we will speak about something called as Salomon versus Salomon and Company Limited case law, which we'll discuss in the first chapter. അടുത്ത ചാപ്റ്റർ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാം. ഇവിടെ തൽക്കാലം ഒരു റീഡ് ഇട്ട് വെച്ചാൽ മതി. ബിക്കോസ് നമ്മൾ പറയത്തില്ലേ, അതായത് അൾട്രാ വൈറസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആഷ്ബറി റെയിൽവേ കാരേജ് കമ്പനി ബസ് റിച്ചിയെ കുറിച്ച് പറയും. അതുപോലെ ഓരോ ജൂറിസ്പ്രുഡൻസ് പറയുമ്പോഴും നമ്മൾ ചില കേസ് ലോസ് റെഫർ ചെയ്യും. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചുകൂടിയൊക്കെ ഡിസ്കസ് ചെയ്യും, കുറച്ചുകൂടിയൊക്കെ പല കേസസ്. എങ്കിലും സെപ്പറേറ്റ് പേഴ്സണാലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും റെഫർ ചെയ്യുന്ന കേസാണ് സാലമോൺ ബസ് സാലമോൺ ആൻഡ് കമ്പനി ലിമിറ്റഡ്, വെയർ പ്രൊമോട്ട് ചെയ്യുന്ന മെമ്പേഴ്സും കമ്പനിയും വ്യക്തിത്വങ്ങളെ കുറിച്ചൊക്കെ ഒരുപാട് ചർച്ച ചെയ്യുന്ന കേസാണ്. ഒന്ന് വായിച്ചു വയ്ക്കുക, പ്ലീസ് റീഡ് ദെയർ സോ യു ഗെറ്റ് എ നോളജ്. ഓക്കെ, എപ്പോഴും ഒരിക്കൽ കേസ് വെച്ചിട്ടൊന്ന് ചോദിച്ചിട്ടുണ്ട്, ഈ കേസിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുകൊണ്ട് ഒരു റീഡ് ഇട്ട് വയ്ക്കുക. So every student is supposed to read this case law, which speaks about the difference between the company people. ആരൊക്കെയാണോ ഈ കമ്പനി ഫോം ചെയ്യുന്നതും അതുപോലെ തന്നെ കമ്പനിയും തമ്മിൽ വേറെയാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പ്രിൻസിപ്പിൾ പറഞ്ഞിരിക്കുന്ന കേസാണ് സാലമോൺ വേഴ്സസ് സാലമോൺ ആൻഡ് കമ്പനി 1897. സോ പ്ലീസ് റീഡ് ഇറ്റ്. ഓക്കെ, ബാക്കിയുള്ള കേസൊന്നും അത്ര ഇല്ല, ഒന്ന് വായിച്ചു വയ്ക്കാൻ ടിക്ക് ചെയ്തിട്ടുണ്ട്. ഈ വേണമെന്നുണ്ടെങ്കിൽ ഈ ടിക്ക് ചെയ്തിരിക്കുന്ന ഏരിയ ഒന്ന് ടിക്ക് മാർക്ക് ചെയ്യുക, സോ ദാറ്റ് യു കൻ ഓൾസോ റീഡ് ദിറ്റ്.
സൗമ്യ കണ്ടായിരുന്നു. ഈ കേസിന്റെ പേരിന്റെ ബ്രാക്കറ്റിൽ സുപ്ര എന്ന് എഴുതിയിട്ടുണ്ട്, കണ്ടായിരുന്നു. ദ എബോവ് കേസ് ഇല്ലസ്ട്രേറ്റ് ദ ആപ്ലിക്കേഷൻ ഓഫ് ദി പ്രിൻസിപ്പിൾസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ സാൽമോൺ കേസ് സുപ്ര. എന്താണ് ഈ സുപ്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ? മുകളിൽ പറഞ്ഞിരിക്കുന്ന എന്നർത്ഥം. ഓക്കെ, അപ്പോൾ മുകളിൽ കേസ് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ, സാലമോണിന്റെ കേസ് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആ കേസിന് വീണ്ടും പറയുന്നതിന് പകരം സാലമോൺസ് കേസ് ബ്രാക്കറ്റിൽ സുപ്ര എന്ന് വെച്ചാൽ as mentioned above, മുകളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ എന്നാണ്, അല്ലെങ്കിൽ മുകളിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് റെഫർ ചെയ്യുന്നതിനാണ് നമ്മൾ സുപ്ര എന്ന സാധനം ലീഗൽ ടെർമിനോളജിയിൽ നമ്മൾ പറയാറ്. ഓക്കെ, അപ്പോൾ അത് റെഫർ ചെയ്താൽ മതി. ഇനി നമുക്ക് കമ്പനി ആസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ, ഇത് നമ്മളൊരു ഒരേ സംഭവത്തിന് വീണ്ടും വീണ്ടും വരും. നമ്മൾ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്താണ്. കമ്പനിക്ക് പ്രത്യേക പേരുണ്ട്, കമ്പനിക്ക് പ്രത്യേക റൈറ്റ്സ് ഉണ്ട്, കമ്പനിക്ക് പ്രത്യേക പ്രിവിലേജസ് ഉണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. കമ്പനിക്ക് ലോൺ എടുക്കാം, കമ്പനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, കമ്പനിക്ക് ബൈബാക്ക് ചെയ്യാം. ആൻഡ് ഓൾ ദി തിങ്സ് വാട്ട് എവർ വി സ്റ്റഡീഡ് ഇൻ എൻറ്റയർ ചാപ്റ്റർ ഇൻ എക്സിക്യൂട്ടീവ് കമ്പനി ലോ, വി ഇന്റന്റ് സേസ് ദാറ്റ് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്, കമ്പനിക്ക് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ പറയുന്നത്, കമ്പനി ബോറോ ചെയ്യുന്നതിനെ കുറിച്ചും, കമ്പനി ഇന്റർ കോർപ്പറേറ്റ് ലോൺ കൊടുക്കുന്നതിനെ കുറിച്ച്, കമ്പനി ബൈബാക്കിനെ കുറിച്ചും, കമ്പനി ഡ്യൂ ഡിലിജൻസ്, എവറിത്തിങ് വാട്ട് എവർ വി ലേൺ ഈസ് ഓൾ അബൌട്ട് ദ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. ഓക്കെ, സോ ഐ തിങ്ക് ഇറ്റ്സ് ഇൻവിസിബിൾ ആണ്, കാണാൻ പറ്റത്തില്ല, ഇൻടാഞ്ചിബിൾ ആണ്, തൊടാൻ പറ്റത്തില്ല. ഐസ് ഓഫ് ലോ, നിയമത്തിന് മാത്രമേ അത് കാണാൻ പറ്റത്തുള്ളൂ കമ്പനി ഉള്ളത്. അതിന് റൈറ്റ്സ് ഉണ്ട്, പ്രിവിലേജസ് ഉണ്ട്, ഡ്യൂട്ടീസ് ഉണ്ട്. ഐ തിങ്ക് വി ഹാവ് ഡൺ ദിസ്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഈ കേസ് ജസ്റ്റ് റീഡ് വയ്ക്കുക, വലിയൊരു മെറിറ്റുള്ള കേസുകളൊന്നുമില്ല, എങ്കിലും ജസ്റ്റ് റീഡ് ഇട്ട് വയ്ക്കുക, വാട്ട് എവർ ഐ മാർക്ക്, സോ ദാറ്റ് ഇഫ് ടൈം പെർമിറ്റ്സ് യു ജസ്റ്റ് റീഡ് ഇറ്റ് വെനെവർ യു ഗെറ്റ് ടൈം. ഓക്കെ, കുട്ടിയുടെ അടുത്ത ഡിസ്കഷനാണ്. നമ്മളിപ്പോൾ ലീഗൽ പേഴ്സണാലിറ്റി പറഞ്ഞു, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ പേഴ്സൺ പറഞ്ഞു. ഇറ്റ്സ് എ കാർഡിനൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്പനി. നെക്സ്റ്റ് വൺ ഈസ് പെർപെച്വൽ സക്സഷൻ. ഈ പെർപെച്വൽ സക്സഷൻ എന്ന് പറയുന്നത് ലൈഫ് സ്പാനിനെ കുറിച്ച് പറയുന്നതാണ്. പെർപെച്വൽ സക്സഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിൻ്റെയും മെമ്പേഴ്സിൻ്റെയും ലൈഫിനെ അല്ലെങ്കിൽ ലൈഫ് സ്പാനിനെ ബേസ് ചെയ്തിട്ടല്ല കമ്പനിയുടെ ലൈഫ് ഇരിക്കുന്നത്. കമ്പനി തുടങ്ങിയിരിക്കുന്നത് നിയമപരമായിട്ടാണ്, ബിക്കോസ് കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ. സോ ഇറ്റ് ക്യാൻ ബി ക്ലോസ്ഡ് ഓർ ഇറ്റ് ക്യാൻ ബി വൗണ്ട് അപ്പ് ഓൺലി ബൈ ഫോളോയിങ് ദ പ്രോസസ് ഓഫ് ലോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കമ്പനികൾക്ക് പെർപെച്വൽ സക്സഷൻ എന്നൊരു ഫീച്ചർ ഉണ്ടെന്ന് പറയാൻ കഴിയും. അപ്പോൾ പ്രാക്ടിക്കലി ഞാൻ നേരത്തെ പറഞ്ഞു, 10 പേര് ചേർന്ന് കമ്പനി തുടങ്ങുകയാണ്, അതിൽ 10 പേരും മരണപ്പെട്ടു പോയി, അല്ലെങ്കിൽ 10 പേരും രാജിവെച്ച് റിസൈൻ ചെയ്ത് പോയോ അല്ലെങ്കിൽ സറണ്ടർ ചെയ്തിട്ട് പോയോ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കമ്പനി അവിടെ തന്നെ ഉണ്ടാവും. സോ ദ ലൈഫ് സ്പാൻ ഓഫ് ദ കമ്പനി ഈസ് പെർപെച്വൽ. പെർപെച്വൽ എന്ന് വെച്ചാൽ കാലങ്ങളോളം പോയിക്കൊണ്ടിരിക്കും. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ. ഇവിടെ ഞാനൊരു ഉപമ പോലെ പറയാം. പണ്ട് സാധാരണ അക്കാഡമിക് ബുക്സിലൊക്കെ കാണുന്ന ഒരു കാര്യമാണ്. അതിനൊരു എക്സാമ്പിളായിട്ട് അല്ലെങ്കിൽ ഉപമ ഫിക്ഷണലായിട്ട് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഒരു ജപ്പാനിലൊരു കമ്പനി ഉണ്ടായിരുന്നു എന്ന് പറയുന്നു, ഒരു 12 ഷെയർ ഹോൾഡറുള്ള ഒരു കമ്പനി ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ചുമ്മാ ഒരു ആ കമ്പനിയുടെ AGM നടക്കുകയാണ് അത്ര, ചുമ്മാ ഒരു സങ്കല്പത്തിന് AGM, ആനുവൽ മീറ്റിംഗ്. അതിൽ എല്ലാ ഷെയർ ഹോൾഡേഴ്സും പങ്കെടുത്തു. അതായത് 12 ഷെയർ ഹോൾഡേഴ്സും പങ്കെടുത്തു രജിസ്റ്റേർഡ് ഓഫീസിൽ വെച്ചിട്ട്. ആ 12 ഷെയർ ഹോൾഡേഴ്സും AGM നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാ ഷെയർ ഹോൾഡേഴ്സും ആ മീറ്റിംഗ് റൂമിലുണ്ട്. ആ സമയത്താണ് അത്ര ഹിരോഷിമ ബോംബ് സ്ഫോടനം ഉണ്ടാവുന്ന, അറിയാലോ, യു നോ അബൌട്ട് ദാറ്റ്. അപ്പം അന്ന് അറിയാലോ, എല്ലാം മൊത്തത്തിൽ എത്രയോ പേര് മരണപ്പെടുകയും ഈ കമ്പനിയിലെ മുഴുവൻ ഷെയർ ഹോൾഡേഴ്സും തത്ക്ഷണം മരണപ്പെട്ടു. 12 പേരും മരണപ്പെട്ടു ഹിരോഷിമ ബോംബിങ്ങിൽ. ബട്ട് സ്റ്റിൽ ദെയർ ഈസ് 1 person ലൈവ്. ആരാണ് സൗമ്യ? കമ്പനി ലൈവാണ്. അപ്പൊ ഇതാണ് ഈ പെർപെച്വൽ സക്സഷനെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര ഓപ്റ്റിമമായിട്ട് പറയുന്ന ഒരു ഫിക്ഷണൽ എക്സാമ്പിൾ. മനസ്സിലായി? അപ്പൊ എല്ലാ മെമ്പേഴ്സും മരിച്ചുപോയെങ്കിലും അവിടെ ആരുമില്ല, ഒറ്റ മനുഷ്യനില്ല. പക്ഷെ അവിടെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരാളുണ്ട്, അത് കമ്പനിയാണ്. കാരണം കമ്പനിയെ നിയമപരമായിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് നിയമപരമായൊരു പ്രോസസ്സ് വഴി വേണം അതിന് എൻഡ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ആ ലീഗൽ ഫിക്ഷൻ, അല്ലെങ്കിൽ ആ എന്താണ് നമ്മൾ പറയത്തില്ലേ, എന്താണ് ലീഗൽ ബോഡി ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതൊരു ഫിക്ഷണൽ ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ്, വിച്ച് ഗീവ്സ് എ വെരി critical example of what is perpetual succession. So the member's life and company's life should not be correlated, because members may come and go, but the company may go on forever. ഷെയർ ട്രാൻസ്ഫർ ചെയ്ത് മെമ്പർമാർ മാറിക്കൊണ്ടിരിക്കും,
പക്ഷേ കമ്പനിക്ക് ഒരു മാറ്റവും ഇല്ല, കമ്പനി അവിടെ തന്നെ ഉണ്ടാവും. സോ ഇതൊരു ലോർഡ്ഷിപ്പ് പറഞ്ഞൊരു ഒരു വലിയ ഫേമസ് ആയിട്ടുള്ളൊരു ലൈനാണ്. മെമ്പേഴ്സ് മേ കം ആൻഡ് ഗോ ബട്ട് ദ കമ്പനി മേ ഗോ ഓൺ ഫോർ എവർ. കമ്പനി അങ്ങനെ തന്നെ എന്ത് ചെയ്യും, തുടർന്ന് പോയിക്കൊണ്ട്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് പെർപെച്വൽ സക്സഷൻ. പെർപെച്വൽ എന്ന് വെച്ചാൽ ഇൻഡെഫിനിറ്റ് പീരീഡ്. ഓക്കെ, കണ്ടിന്യൂസ്. സോ ഐ ഡൺ, നമ്മൾ ഡിസ്കസ് ചെയ്തു. യു ക്യാൻ ജസ്റ്റ് മാർക്ക് ദോസ് ഏരിയാസ് വിച്ച് ഐ മാർക്ക്. ഇതാണ് മെമ്പേഴ്സ് മേ കം ആൻഡ് ഗോ. കണ്ടായിരുന്നു ഒരു ഹിറോഷിമ ജനറൽ മീറ്റിംഗിൽ ബോംബിങ്ങിനെ കുറിച്ച്, ഹൈഡ്രജൻ ബോംബിനെ കുറിച്ച് ഒരു എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട്. സോ ഇത് ഒരു ഞാൻ പറഞ്ഞു ഇതൊരു ഫിക്ഷണൽ എക്സാമ്പിളാണ്. ഡോണ്ട് ടേക്ക് ഇറ്റ് മച്ച് സീരിയസ്ലി, ബട്ട് ദിസ് ഈസ് ഗുഡ് ഫോർ എക്സാം. നമുക്കൊന്ന് എവിടെയെങ്കിലുമൊക്കെ എഴുതേണ്ടി വന്നുണ്ടെങ്കിൽ എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ്. പ്രൊഫസർ ഗോവർ പറഞ്ഞിരിക്കുന്ന ഒരു പഞ്ച് ലൈൻ. ദിസ് ഈസ് ഗുഡ്. ഓക്കെ, സോ for exam purpose. So now we will move to other areas. Separate property. Next characteristics of a company is separate property. As you all know, company being a registered entity, you can the company is capable of purchasing a land in its own name, and it can register the property in the company's name at the register office, that is the sub-register office, under the Registration Act. But if you compare this with a sole proprietor firm, sole proprietorship company, അതുപോലെ സോൾ പ്രൊപ്രൈറ്റർ ആയിട്ടുള്ള സംരംഭങ്ങളും അതുപോലെ അൺരജിസ്റ്റേർഡ് പാർട്ട്ണർഷിപ്പ് ഒക്കെ നോക്കുകയാണെങ്കിൽ അവിടെ പാർട്ട്നേഴ്സിൻ്റെ പേരിലാണ് പ്രോപ്പർട്ടി മേടിക്കുന്നത്, മാനേജിങ് പാർട്ട്ണറിൻ്റെ പേരിൽ മേടിക്കും. സോൾ പ്രൊപ്രൈറ്റർ ആണെന്നുണ്ടെങ്കിൽ പ്രൊപ്രൈറ്ററിൻ്റെ പേരിലാണ് പ്രോപ്പർട്ടി മേടിക്കുന്നത്. കാരണം അവിടെ ഇരിക്കുന്ന ബ്രാൻഡ് നെയിം അല്ലെങ്കിൽ ഫേം നെയിമിന് പ്രത്യേക ലീഗൽ എക്സിസ്റ്റൻസ് ഇല്ല. പക്ഷേ കമ്പനി ആവുമ്പോൾ കമ്പനിയുടെ പ്രോപ്പർട്ടി, ഇപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രിയുടെ കോടിക്കണക്കിന് വരുന്ന ആസ്തികൾ ഇല്ലേ, അവർ എണ്ണപ്പാട ഇതുപോലത്തെ എന്താണ് ഓയിൽ എക്സ്പ്ലോറേഷൻ, സംഭവം മെഷീനറീസ്, എവറിഥിങ് ഈസ് ഓൺഡ് ബൈ ദ കമ്പനി റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. Like Infosys Limited, all the campuses, building, whatever rent agreement, all the stuffs, all the ownership deeds is registered in the Infosys Limited, not on the name of the shareholder or the directors of the company. So it is a beautiful, feature of a company that company is a separate legal entity. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ പേരിൽ കമ്പനിക്ക് പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യാൻ പറ്റും, ഓൺ ചെയ്യാൻ പറ്റും, എൻജോയ് ചെയ്യാൻ പറ്റും, വിൽക്കാനും പറ്റും. ഒരു കമ്പനിക്ക് പൈസ അത്യാവശ്യമുള്ളപ്പോൾ ഷെയർ ഹോൾഡർ അപ്രൂവൽ, ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് കമ്പനിയാണ് വിൽക്കുന്നത് to another company or somebody. So this is a very important feature of a company. Company can own shares. കമ്പനിക്ക് മറ്റുള്ള കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യാം. അതുകൊണ്ടാണല്ലോ സബ്സിഡറി കമ്പനി ഉണ്ടാകുന്നത് അല്ലേ. വേറൊരു കമ്പനിയിൽ 51% ഷെയർ കമ്പനി സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മറ്റേ കമ്പനി നമ്മളുടെ സബ്സിഡറി കമ്പനിയായി മാറും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഈസ് ആസ് ഗുഡ് ആസ് എ നാച്ചുറൽ പേഴ്സൺ, ആൻഡ് ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ, എറ്റ് അനദർ ഫീച്ചർ ഓഫ് എ കമ്പനി. ഈ കേസ് പൊതുവെ കോട്ട് ചെയ്യാറുണ്ട്. ബച്ച ഓഫ് ഗുസ്ദാർ വേഴ്സസ് കമ്മീഷൻ ഇൻകം ടാക്സ്. ജസ്റ്റ് വേണമെങ്കിൽ ടിക്കിയിരിക്കാം. ദ സെയിം നമ്മളിപ്പം പറഞ്ഞ അതേ പോയിന്റിനെ തന്നെ ഈ കേസിൽ വൗച്ച് ചെയ്യുന്നുണ്ട്. ഇറ്റ് സേസ് ദാറ്റ് ഇറ്റ് ക്യാൻ ബി ദ കമ്പനി ഈസ് എൻറ്റൈറ്റിൽഡ് ടു ഓൺ ആൻഡ് ഹോൾഡ് പ്രോപ്പർട്ടി ഇൻ ഹിസ് ഓൺ നെയിം ആൻഡ് ടു ഡിസ്പോസ് ദ സെയിം. കമ്പനിക്ക് സ്വന്തം പ്രോപ്പർട്ടി ഓൺ ചെയ്യാനും അതുപോലെ തന്നെ അത് ഡിസ്പോസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ബയ്യർ ആൻഡ് സെല്ലർ സ്റ്റാറ്റസിൽ നിൽക്കാൻ പറ്റും. ആൻഡ് ഓഫ് കോഴ്സ് ഇൻ ദ പ്രൊസീജിയർ വൈസ്, when you go to a register office, sub-register office to register the property, you can register in the company's name. Because it is a different legal person. So again and again the beautiful point. But of course signing and it is different because company has no hand, so it cannot sign. So it will be signed on behalf of the company by the directors or the secretary, and you have an official signature even though it is optional. Now this common seal is there. You can affix the signature of the company through a common seal. By of course it should be witnessed by at least 2 directors, and if you have a company secretary, by the company secretary. Yes, I think മതി, ആവശ്യമില്ല, അത്രത്തോളം കേസിൻ്റെ ആവശ്യമില്ല. സ്റ്റുഡൻസ്, നൗ ദ നെക്സ്റ്റ് ഫീച്ചർ ഈസ് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. ഐ തിങ്ക് നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ വേണ്ടി മോസ്റ്റ് ഓഫ് ദ തിങ്സ് വി ആർ ഡെൽറ്റ്, പല സ്ഥലങ്ങളിലും നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളതാണ് നമ്മൾ ഈ ബാച്ചിൽ പല സാഹചര്യങ്ങളിലും. ആൻഡ് ട്രാൻസ്ഫറബിലിറ്റി വി ഹാവ് ഡിസ്കസ് എലോബറേറ്റ്ലി ഇൻ മെമ്പർഷിപ്പ് ചാപ്റ്റർ. As I told, section 44 of the Companies Act says that shares of a company are movable property and freely transferable, maybe in the physical form through a transfer form SH4, and the demat form it does not require a transfer form or a stamp duty.
സോ ട്രാൻസ്ഫറബിലിറ്റി നേരത്തെ പറഞ്ഞു, ആർക്കും വേണമെങ്കിലും ഷെയർ മറ്റുള്ളവർക്ക് പെട്ടെന്ന് ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓണർഷിപ്പ് നമുക്ക് എന്താണ് ഷെയർസിൻ്റെ രൂപത്തിലാണ് ഓണർഷിപ്പ് ഇരിക്കുന്നത്. അത് മൂവബിൾ പ്രോപ്പർട്ടിയാണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങോട്ട് ഇങ്ങോട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് എ ഗ്രേറ്റ് advantage of a company, because members will not be struck. Members struck ആയി പോകത്തില്ല, അയ്യോ ഞാൻ കമ്പനി തുടങ്ങി എനിക്ക് ഇവിടെ നിന്ന് മാറാൻ പറ്റത്തില്ല, അങ്ങനെയൊന്നുമില്ല. You can always give the ownership or transfer the ownership to somebody and you can move away. So that is another feature of a company. വീണ്ടും ആ റെഫറൻസ് പറഞ്ഞിട്ടുണ്ട്. as I told, section 44 of the Companies Act says that ഒരു കമ്പനിയുടെ ഷെയർസ് ഒരു മൂവബിൾ പ്രോപ്പർട്ടിയാണ്, അത് ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ. ഫ്രീ എന്ന് വെച്ചാൽ പൈസ ഇല്ല എന്നല്ല, അധികം പ്രൊസീജിയറും മാനദണ്ഡങ്ങളും ഇല്ലാതെ തന്നെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ് അതിൻ്റെ അകത്ത്. യെസ്, യു ഹാവ് ടു യൂസ് എ ഫോം. ഇൻ ദ കേസ് ഓഫ് എ ഫിസിക്കൽ ട്രാൻസ്ഫർ യു ഹാവ് ടു യൂസ് ഫോം SH4 to the other person, and you have to issue a new share certificate. New means share certificate to the new person within 1 month to the transfer. ഇതൊക്കെ നമ്മൾ നോക്കിയതാണ്. സോ വി വിൽ ലീവ് ദാറ്റ് ഏരിയ. അടുത്ത ഫീച്ചർ തീരാറായി ഈ ഏരിയ, കപ്പാസിറ്റി ടു സ്യൂ ആൻഡ് ബി സ്യൂഡ്. അപ്പോൾ നമ്മൾ സാധാരണ പാർട്ട്ണർഷിപ്പിൽ നമ്മൾ കേസ് കൊടുക്കുമ്പോൾ നമ്മൾ പാർട്ട്ണർഷിപ്പിൻ്റെ പേര് വെച്ചാലും അതിനെ സ്യൂ ചെയ്യുന്നത് മാനേജിങ് പാർട്ട്ണറിൻ്റെ പേരിലാണ്. കാരണം പാർട്ട്ണർഷിപ്പ് ഫേം, എസ്പെഷ്യലി വെൻ ഇറ്റ് ഈസ് ആൻ അൺരജിസ്റ്റേർഡ് പാർട്ട്ണർഷിപ്പ് ഫേം, ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ ലീഗൽ എക്സിസ്റ്റൻസ്. അതിന് സെപ്പറേറ്റ് പേഴ്സണാലിറ്റി ഇല്ല. പാർട്ട്നേഴ്സും പാർട്ട്ണർഷിപ്പ് ഫേമും തമ്മിലൊരു വ്യത്യാസമില്ല. അതുകൊണ്ട് തന്നെ പാർട്ട്നേഴ്സിന് എഗൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ സാധാരണ കേസ് കൊടുക്കുന്നതും കാര്യങ്ങളും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോഴെല്ലാം അങ്ങനെയൊക്കെയാണ് വരുന്നത്. പക്ഷേ ഇവിടെ കമ്പനി ഒരു സെപ്പറേറ്റ് ലീഗൽ പേഴ്സണാലിറ്റിയാണ്. കമ്പനിക്ക് പ്രത്യേകമായിട്ട് തന്നെ പ്രോപ്പർട്ടി ഓൺ ചെയ്യാനും വ്യക്തിത്വം ഉള്ളതുകൊണ്ട് തന്നെ കമ്പനിക്ക് കമ്പനിയുടെ പേരിൽ കേസ് കൊടുക്കാം. കമ്പനിക്ക് എഗൻസ്റ്റ് ആയിട്ട് കേസ് കൊടുക്കുമ്പോഴും കമ്പനിയുടെ പേരിൽ കേസ് കൊടുക്കാം. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ പറയത്തില്ല, ഓൾ ദ ലയബിലിറ്റി ഓഫ് എ കമ്പനി ഈസ് ദ ലയബിലിറ്റി ഓഫ് ദ കമ്പനി ആൻഡ് നോട്ട് ഓഫ് ദ മെമ്പേഴ്സ്. സോ ദാറ്റ് ഈസ് വൈ companies, one of the feature of a company is company is capable of suit, and of course company can be sued. So income tax notice വരുമ്പോഴും GST നോട്ടീസ് വരുമ്പോഴും കസ്റ്റംസ് ആക്ടിലും അതുപോലെ ഫെമ ആയാലും പ്രോസിക്യൂഷൻ ആയാലും സെബി ആയാലും ഇതെല്ലാം വരുമ്പോഴും കമ്പനിയുടെ ഉണ്ടാവും. ആൻഡ് ഇഫ് യു സീ ദ പെനാൽറ്റി പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട്, മോസ്റ്റ് ഓഫ് ദ സ്ഥലത്തും പെനാൽറ്റി കണ്ടിട്ടില്ല. ദ കമ്പനി ആൻഡ് എവരി ഓഫീസർ ഓഫ് ദ കമ്പനി ഹൂ ഈസ് ഇൻ ഡീഫോൾട്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതെന്ന് വെച്ചാൽ കമ്പനി ഉണ്ട് അവിടെ, കമ്പനിക്ക് പെനാൽറ്റി കിട്ടും അല്ലേ. പിന്നെ അതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന ഓഫീസേഴ്സിന് പെനാൽറ്റി. അപ്പോൾ കമ്പനിയോടെ ഉണ്ട്. ഫസ്റ്റ് പേഴ്സൺ നോട്ടീസ് ഫസ്റ്റ് കംസ് ടു ദ കമ്പനി, or the first person in the prosecution notice will be the company. Then only the directors who are or the officers who are officer in default will come. So company is a separate personality as from any angle if you look into that. So that is why we call as a capacity to sue or be sued. ഇതൊക്കെ പണ്ട് സ്കൂളും കോളേജിലൊക്കെ പഠിച്ചതല്ലേ, നമ്മൾ BCom-ലും MCom-ലും ഒക്കെ നമ്മൾ പഠിച്ചു വരുന്നതാണ്. So I think the features is now over. So features ആക്ച്വലി ഒരുപാടുണ്ട്. സാധാരണ ഫീച്ചേഴ്സ് ഒക്കെ പറയുമ്പോൾ ഇവിടെ കുറച്ചുകൂടി ഇങ്ങനെയാണ് എഴുതിക്കുന്നത്. ഇത്തരം കോർപ്പറേറ്റ് ലീഗൽ പേഴ്സണാലിറ്റി, കോർപ്പറേറ്റ് സെപ്പറേറ്റ് പേഴ്സണാലിറ്റി, പെർപെച്വൽ സക്സഷൻ, ക്യാൻ ഓൺ പ്രോപ്പർട്ടി ആൻഡ് ഓഫ് കോഴ്സ് ബി സ്യൂഡ് ആൻഡ് ടു ബി സ്യൂഡ്. സോ അപ്പോൾ ഇത്രയും നേരം നമ്മൾ കമ്പനിയെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം കമ്പനി വേറെയാണ്, കമ്പനി സെപ്പറേറ്റ് ആണ്, കമ്പനി വ്യക്തിത്വമുണ്ട്, കമ്പനിക്ക് പ്രോപ്പർട്ടി ഓൺ ചെയ്യാം, കമ്പനിക്ക് അസറ്റ്സ് ഓൺ ചെയ്യാം, കമ്പനിയുടെ പേരിൽ കേസ് കൊടുക്കാം, എവറിത്തിങ്. we were just going beyond the limb and saying about the glorified aspect of a company as from the angle of a separate personality. But my dear students, the company, even though can own property, is a separate personality. All the positive things which we discussed now the very important pertinent question is whether a company is a citizen or not. So if you ask me, ഈ ഒരു ഏരിയ റിപ്പീറ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എല്ലാവരും സൗമ്യ, ആദിത്, പ്രദീപ്, റിപ്പീറ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഈ ചാപ്റ്ററിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, കമ്പനി സിറ്റിസൺ ആണോ അല്ലേ? കമ്പനി സിറ്റിസൺ ആണോ അല്ലേ? സൗമ്യ, സിറ്റിസൺ ആണോ? അല്ല സർ. എന്താണ് സിറ്റിസണും സിറ്റിസൺ അല്ലാത്തതിന്? സൗമ്യ സിറ്റിസൺ ആണ്, കമ്പനി സിറ്റിസൺ അല്ല എന്ന് പറയുന്നു. എന്താണ് ഇപ്പൊ സിറ്റിസൺ ഒരു പ്രത്യേകത? ഇൻഡിവിജ്വൽസിന് മാത്രം കിട്ടുന്ന ഒരു ഇതാണ് സിറ്റിസൺഷിപ്പ്. ശരി, കിട്ടിയാൽ എന്താണ് പ്രത്യേകത? വാട്ട് മേക്സ് എ സിറ്റിസൺ യുണീക്? യുണീക്. വാട്ട് ആസ് എ സിറ്റിസൺ, സൗമ്യ, വാട്ട്
in a sense that what right you have in this context. Pradeep, Fundamental rights. fundamental rights. Very good. That's a very good point. ഒരു പടി മുമ്പോട്ട് ആർക്കെങ്കിലും ഒരു പോയിന്റ് കൂടെ പറയാമോ? ഫണ്ടമെന്റൽ റൈറ്റ്സ് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ഇൻഡിവിജ്വൽസിനാണ്. ദാറ്റ്സ് എ വെരി ഗുഡ് വാലിഡ് പോയിന്റ്. ക്യാൻ യു ഗോ ഒരു പടി മുമ്പോട്ട് കൂടെ പറയാമോ? സിറ്റിസൺ, ഞാൻ സിറ്റിസണാണ്, സൗമ്യ നമ്മളൊക്കെ സിറ്റിസണാണ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു കാര്യം കൂടെ ഉണ്ട്. എന്താണ്? ഇപ്പോൾ അതിൻ്റെ സീസണാണല്ലോ. ഇപ്പോൾ കേരളത്തിൽ എസ്പെഷ്യലി അതിൻ്റെ സീസണാണ്. ഒരു ക്ലൂ തന്നു, കേരളത്തിൽ ഇപ്പോൾ അതിൻ്റെ സീസണാണ്. അപ്പം എന്താണ് ഒരു പ്രത്യേകത നമുക്കുള്ള? ആദ്യത്തെ എന്താണ് സിറ്റിസന് ഉള്ള ഒരു പ്രത്യേകത? പൊളിറ്റിക്കൽ അഫയേഴ്സിൽ അപ്പം അതിനെ കുറച്ചൊരു സ്പെസിഫിക് ആയിട്ട് അങ്ങ് പറയൂ. പൊളിറ്റിക്കൽ അഫയേഴ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ വോട്ട് ചെയ്യാൻ പറ്റും. വെരി ഗുഡ് അല്ലേ? ആദ്യത്തെ അതാണ് സംഭവം അല്ലേ? അപ്പോൾ ഒരു സിറ്റിസൺ എൻജോയ്സ് fundamental rights under the Constitution of India, and you are capable of electing the representatives, like what Aditya told, political things, because only a citizen can cast his vote when an election is called upon, and all things. So this is a very important aspect. Company, even though has various features which we discussed now, corporate personality and all the perpetual section and all, and of course company has nationality also. Company nationality ഉണ്ട്. Nationality, any company registered in the Indian company will become an Indian national, because you will appreciate that Income Tax Act section 6 you require residential status. So obviously company has nationality, company has residential status as India, but company does not have a citizen. Company does not have citizenship. Company he will not come under the protection of the fundamental rights, and of course company does not have voting rights when an election is called upon. So this is a very important discussion. Institute repeat last question on area. So we will support that with some more interpretation. So it is clear, the answer is clear, the company is not a citizen. Now the question is why. So we will support that with few points. One is, a company is not considered as a citizen under the Citizenship Act 1955. So there is a separate law dealing with citizens. That's Citizenship Act 1955, and if you go through that law, the company is not covered in that, even though it is a legal person. And second one is, nor the Constitution of India recognizes a corporate body, a company, as a citizen. So you have 2 points there. പരീക്ഷയ്ക്ക് പോയിന്റ് വേണം അല്ലേ? നമ്മൾ പറഞ്ഞത് ശരിയാണ്, പക്ഷെ എഴുതി വലിപ്പിക്കണ്ടേ? മൂന്നാമത്തത്, ഐ വിൽ ഗീവ് 2-3 കേസ് ലോസ് ഫോർ യു. പ്ലീസ് സ്റ്റഡി ദിസ് കേസ് ലോ, വെരി ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് കേസ് ഈസ് സ്റ്റേറ്റ് ട്രേഡിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് വേഴ്സസ് CTO, ദാറ്റ് ഇസ് കമേഴ്സ്യൽ ടാക്സ് ഓഫീസർ. STC എന്നാണ് സ്റ്റേക്ക് കൊടുക്കുന്നത്. അഥവാ നിങ്ങൾ മറന്നു പോവാണെങ്കിൽ STC വേഴ്സസ് CTO എന്ന് എഴുതിയാലും മതി. And if possible, citation സഹിതം പഠിക്കുക. All in the reporter AR 1963 Supreme Court 1811. So it is a very famous case. The Supreme Court held that the State Trading Corporation, though a legal person, was not a citizen and can act only through natural persons. അപ്പോൾ അവർക്ക് സിറ്റിസൺഷിപ്പ് ഇല്ല, സിറ്റിസൺ അല്ല, അവർക്ക് നാച്ചുറൽ പേഴ്സൺസ് വഴി ആക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. കമ്പനി ഇപ്സോ ഫാക്ടോ does not have a citizen എന്ന് പറയുന്നു. So it's a beautiful case law. So that should be the third point. And there is one more case law which is very famous, R.C. Cooper versus Union of India, all in the report of 1970 Supreme Court 564, which is again a case which speaks about a very important aspect. See, നമുക്ക് കമ്പനിക്ക് സിറ്റിസൺഷിപ്പ് ഇല്ല, വോട്ടിംഗ് റൈറ്റ്സ് ഇല്ല, ഇൻഡിവിജ്വൽ റൈറ്റ്സ് ഇല്ല, ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ ഒരു കമ്പനിയെ ഫോം ചെയ്തിരിക്കുന്ന മെമ്പേഴ്സ് ഉണ്ടല്ലോ, പ്രൊമോട്ടേഴ്സ്, അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ബാധിക്കുന്നില്ല. അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻടാക്റ്റ് ആണ്, അവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ട്, അവരൊക്കെ സിറ്റിസൺ ആണ്. ഒരു കമ്പനി നിങ്ങൾ തുടങ്ങി എന്ന് വെച്ചുകൊണ്ട് ഇൻഡിവിജ്വൽസിന്റെ, കമ്പനി തുടങ്ങിയിരിക്കുന്ന പ്രൊമോട്ടേഴ്സിന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സോ സിറ്റിസൺഷിപ്പിനോ അത് ബാധിക്കുന്നില്ല. ദേ വിൽ കണ്ടിന്യൂ ആസ് എ സിറ്റിസൺ. So again, this case is very important. R.C. Cooper, Union of India, all in the report of 1970 case law, Supreme Court, page number 564. So these two cases you have to mandatorily quote, because as I told, it's a repeat last question. So you have to study State Trading Corporations, STs,
STC in short, with a CTO, that is Commercial Tax Officer, a audit reporter, 1960 Supreme Court, page number 1811. So please study, because these two are Supreme Court judgments, which is very important. So unless you write some, this heavyweight case laws, you cannot attract much more. I'll give you one more case. Bennett Coleman Company versus Union of India, audit report 1973, Supreme Court, page number 106. This is again a case which again speaks about the same thing. The fundamental rights of shareholder citizen are not lost when they associate forming a company. അതുകൊണ്ട് വീണ്ടും പറയുന്നുണ്ട്, കമ്പനിക്കേ ഉള്ളൂ റൈറ്റ്സ് നഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ കമ്പനിക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇല്ല, കമ്പനിക്ക് സിറ്റിസൺഷിപ്പ് ഇല്ല, കമ്പനിക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഇല്ല. പക്ഷേ അത് ഫോം ചെയ്യുന്ന മെമ്പേഴ്സിനെ കമ്പനി തുടങ്ങി എന്നുള്ളതുകൊണ്ട് അവരുടെ റൈറ്റ്സിനെ ബാധിക്കുന്നില്ല. അവർക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സും അവർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ്സും അവർക്ക് വോട്ടിംഗ് റൈറ്റ്സും അവർക്ക് സിറ്റിസൺഷിപ്പ് ഒന്നും തന്നെ നഷ്ടപ്പെടുന്നില്ല. സോ ഓൺലി ബൈ റീസൺ ദാറ്റ് ദേ ഹാഡ് ഫോംഡ് എ കമ്പനി. So my dear students, these three case laws merits very important. This is Bennett Coleman and Company versus Union of India, year 1973, Supreme Court 106. മൂന്നും സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ആണ്. ആദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് കമ്പനിക്ക് സിറ്റിസൺഷിപ്പ് ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ബാക്കി രണ്ട് കേസിലും പറഞ്ഞിരിക്കുന്നത് പ്രൊമോട്ടേഴ്സിനെ കുറിച്ചാണ്, ഷെയർ ഹോൾഡേഴ്സിനെ കുറിച്ചാണ്. കമ്പനി ഫോം ചെയ്തോ എന്ന് വെച്ചുകൊണ്ട് ഷെയർ ഹോൾഡേഴ്സിന്റെയും മെമ്പേഴ്സിന്റെയും ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടുന്നില്ല. അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ്സും അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ്സും അവരുടെ സിറ്റിസൺഷിപ്പും അങ്ങനെ തന്നെ നിലനിൽക്കും എന്നാണ് പറഞ്ഞത്. സോ ബ്യൂട്ടിഫുൾ ഏരിയ. സോ നൗ വി വിൽ കൺക്ലൂഡ് ബൈ റീഡിങ് വൺ മോർ തിങ്. സോ വീണ്ടും പറയുന്നു, കമ്പനിക്ക് നാഷണാലിറ്റി ഉണ്ട്, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട്. ദാറ്റ് ഈസ് വൈ കമ്പനീസ് അസസ്ഡ് അണ്ടർ ദി ഇൻകം ടാക്സ് ആക്ട് അണ്ടർ സെക്ഷൻ 6. In a sense that company once registered under the Indian Companies Act, it is a nationality of a company. Its residential status is of course India, because you have a registered office address in India. So it is a legal body, registered and controlled and owned from India. So for all tax purpose and everything, it has a residential status as India. പൊതുവെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും, കമ്പനി ഹാവ് nationality, company have residential status but does not have a citizenship. Okay, so clear? Any doubts, any clarification? So me clear now? Yes. So actually ee area clear right now. Limited liability, I think nothing to discuss. You all know company's liability is limited by shares, and whenever I teach, I usually say company's liability ennu parayumbo it doesn't mean the company's liability. It means the members' liability is limited. നമ്മൾ ഒരുപാട് പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഷെയർ ഹോൾഡേഴ്സ് എത്രയാണോ എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ക്യാപിറ്റൽ ബൈ ത്രൂ ഷെയർ ക്യാപിറ്റൽ, ദിയർ ലയബിലിറ്റി ഇസ് ലിമിറ്റഡ് ടു ദാറ്റ് എക്സ്റ്റെൻറ്റ്. ആൻഡ് ഹോണസ്റ്റ്ലി സ്പീക്കിംഗ്, കമ്പനീസ് ലയബിലിറ്റിയെ കുറിച്ച് നമ്മൾ വി ആർ നോട്ട് വറീഡ് അബൌട്ട് ഇറ്റ്, ബിക്കോസ് ഇഫ് യു റീഡ് ദ ലിമിറ്റഡ് ലയബിലിറ്റി ക്ലോസ്, ദ ലയബിലിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്പനി ഈസ് ലിമിറ്റഡ് എന്നാണ് പറയുന്നത്. കമ്പനിയുടെ മെമ്പർമാരുടെ ലയബിലിറ്റിയാണ് ലിമിറ്റഡ്, അല്ലാതെ കമ്പനിയുടെ ലയബിലിറ്റിയെ കുറിച്ചല്ല പറയുന്നത്. അപ്പോൾ കമ്പനിയുടെ മെമ്പേഴ്സ് ലയബിലിറ്റി ഞാൻ പലവട്ടം എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 4 പേരും ഓരോ ലക്ഷം 1 ലക്ഷം വെച്ച് ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. നമ്മൾ 77,000 ഇട്ടിട്ടുണ്ട് ഓൾറെഡി. കമ്പനിക്ക് ഒരു പ്രതിസന്ധി സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ബാക്കിയുള്ള 27,000 കൂടെ ഇട്ട് കഴിഞ്ഞ് കമ്പനിക്ക് എന്ത് നഷ്ടമുണ്ടായാലും പിന്നെ നമ്മൾ ലയബിൾ അല്ല, ബിക്കോസ് മൈ ലയബിലിറ്റി ഈസ് ലിമിറ്റഡ് ഓൺലി ടു 1 lakh rupees shares I had which has been fully paid up. So whatever happens to the company sinks, company have a huge debt, we are not worried about, because my liability is limited. So this is the very, very important liability limit feature of a company, that is the limited liability of the members. LLP is a mixture of, you all know, ഈ ഫീച്ചർ പാർട്ട്ണർഷിപ്പിന്റെ ഫ്ലെക്സിബിലിറ്റിയും കൂടെ ചേർന്നാണ് LLP ഉണ്ടാക്കിയിരിക്കുന്നത്, because limited liability is a very important aspect. Now, one very important aspect is one of the situation where the principle of limited liability will be what you call as lost in a company. Is, see, you require minimum number of members to form a company. You all know. OPC 1, private 2, public 7. And you have to maintain this minimum number. എപ്പോഴും നിങ്ങളത് മെയിൻറ്റെയിൻ ചെയ്യണം. That is a statutory requirement of forming a company. So you cannot break the basics of a company. So my dear students, ഇതെപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം. Unfortunately, at any point of time, if the minimum number of members goes beyond the statutory limit, then the consequence
is the law will wait for 6 months' time, within which you have to bring the new shareholders to the company and make the minimum the statutory limit. Else, the prevailing balance shareholders' liability will become unlimited. I will give you an example. So assume that you are a private limited company. നമുക്കറിയാം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് 2 members മിനിമം വേണം. അതിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് കൊണ്ട് ഒരു മെമ്പർ ഷെയർ സറണ്ടർ ചെയ്തിട്ട് പോയി എന്ന് വയ്ക്കുക, അല്ലെങ്കിൽ അദ്ദേഹം മരണപ്പെട്ടു പോയി, വാട്ട് എവർ മേ ബി, ലീഗൽ ഹയർസ് ഒന്നും ഇല്ലാതെ അങ്ങനത്തെ സിറ്റുവേഷൻ. നൗ യു വിൽ സീ ഹിയർ ദാറ്റ് ദർ ഈസ് ഓൺലി 1 member in the company, which is against the basic principle of company law. ഓക്കെ, നമുക്ക് അടുത്ത ദിവസം രാവിലെ ഒരു മെമ്പറിനെ കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ അല്ലേ, ചാടി കയറി. സോ യു വിൽ ഗെറ്റ് എനഫ് ടൈം. നിയമപരമായിട്ട് 6 മാസത്തിനകം നിങ്ങൾ പുതിയ മെമ്പറിനെ അവിടെ കൊണ്ട് നിങ്ങൾ മിനിമം നമ്പർ 2 ആക്കിയിരിക്കണം. അല്ലാത്ത പക്ഷം 6 മാസം കഴിഞ്ഞ് അടുത്ത ദിവസം മുതൽ ഈ എക്സിസ്റ്റിംഗ് ബാക്കിയിരിക്കുന്ന മെമ്പർ ഉണ്ടല്ലോ, നിലവിലുള്ള മെമ്പർ, ഇതിൻ്റെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആയിപ്പോകും. അതായത് ലിമിറ്റഡ് ലയബിലിറ്റി ഫീച്ചർ നഷ്ടപ്പെടും. അപ്പോൾ കമ്പനിയുടെ എല്ലാ ലയബിലിറ്റിക്കും അയാളുടെ തലയിലാവും. അപ്പോൾ ഇതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്, പലർക്കും ഇതിനെക്കുറിച്ച് അറിയത്തില്ല. സോ ദ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്. ഏറ്റവും രസം പബ്ലിക് കമ്പനിയിലായിരിക്കും ഇതിപ്പോൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ, കാരണം തൊട്ടപ്പുറത്ത് 2 മെമ്പറല്ലേ ഉള്ളൂ അല്ലേ. പക്ഷേ പബ്ലിക് കമ്പനി 7 ആണല്ലോ. അപ്പോൾ ചിലപ്പോൾ 1-2 പേർക്ക് ചിലപ്പോൾ ഒരു അനക്കവും കാണത്തില്ല, എവിടെയാണെന്നും അറിയത്തില്ല, അങ്ങനത്തെ കേസുകൾ കാണും അല്ലേ. അപ്പോൾ അവിടെയൊക്കെ ഇത് ഭയങ്കരമായിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാക്കും. സോ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ഹാവ് ടു എൻഷുർ that the minimum number of members is maintained intact at every point of time. Otherwise, the balance members after the period of 6 months of violation will become unlimited, or the limited liability feature will be gone. This is very important. So make sure that you, section 3A, 3 speaks about minimum number of members, 3A speaks about the violation of minimum number of members. ഓക്കെ, അപ്പോൾ അതൊരു നല്ലൊരു ഏരിയയാണ്, എക്സാമിന് ചോദിക്കാൻ പറ്റിയ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കും. സോ ദയവ് ചെയ്ത് നോക്കുക. പിന്നെ കമ്പനി തെറ്റായ ഇൻഫോർമേഷൻസ് വെച്ച് കമ്പനി രജിസ്റ്റർ ചെയ്ത അത് നാളൊരു കാലത്ത് കണ്ടുപിടിച്ചു, ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റ്സിൽ കൊടുത്തിരിക്കുന്ന ഇൻഫോർമേഷൻ തെറ്റാണെന്ന് നാളൊരു കാലത്ത് കണ്ടുപിടിച്ചാൽ സ്വാഭാവികമായിട്ടും ഇറ്റ് ബിക്കം എൻ ഇല്ലീഗൽ കമ്പനി. then of course there will be no limited liability, because the who are done fraud, maybe the balance shareholders will become liable for that. They will come to the law. It's quite natural. മതി. പിന്നെ അതുപോലെ തന്നെ ഡെപ്പോസിറ്റ്സ് സമയത്തിന് തിരിച്ചു കൊടുത്തില്ല ഉണ്ടെങ്കിൽ അത് പേഴ്സണൽ ലയബിലിറ്റി ആയിട്ട് വരാം എന്നൊക്കെ ചില റെഫറൻസ് ഉണ്ട് സെക്ഷൻ 75. നമുക്കത് വേണ്ട. ആ മെമ്പറിനെ മാത്രം മിനിമം നമ്പർ ഓഫ് മെമ്പർ വയലേറ്റ് ചെയ്യുന്നത് മാത്രം നിലയിൽ നോക്കി വയ്ക്കുക. അത് നല്ലൊരു ഏരിയയാണ് ചോദിക്കാൻ പറ്റിയത്. ഓക്കെ, നൗ സ്റ്റുഡൻസ്, കമ്പനിയെക്കുറിച്ച് ഗ്ലാമറസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ലിമിറ്റഡ് ലയബിലിറ്റിയാണ്. നമുക്ക് കമ്പനിക്ക് എന്ത് ലയബിലിറ്റി ഉണ്ടെങ്കിൽ നമ്മുടെ തലയിലാവത്തില്ല, അതൊക്കെ നല്ലതാണ്. ആൻഡ് യു നോ വൈ, ദാറ്റ് ഈസ് വൈ മെജോറിറ്റി ഓഫ് നൗഡേയ്സ് ഇഫ് യു സീ ബിസിനസ് പ്രോജക്ട്സ് ആർ ഡൺ ത്രൂ കമ്പനി, ബിക്കോസ് ആൻഡ് യു നോ മെനി ലിസ്റ്റഡ് കമ്പനീസ്, ഇപ്പോഴത്തെ ന്യൂജൻ നമ്മൾ പറയും യൂണിക്കോൺ സ്റ്റാർട്ടപ്പ് കമ്പനീസ്, നമ്മൾ ടി വിയിലൊക്കെ നിങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ടായിരിക്കും. ഒരുപാട് പുതിയ പുതിയ കമ്പനികൾ ഇപ്പോൾ അർബൻ കമ്പനി, സൊമാറ്റോയുടെ കമ്പനിയുടെ പേര് എറ്റേണലാണ്, സുക്കി, നമ്മളിതൊക്കെ അറിയാലോ തുടങ്ങിയ സമയത്ത്. ഹോണസ്റ്റ്ലി നിങ്ങൾക്ക് തന്നെ അറിയാം, നമുക്കൊരു അത്ര സീരിയസ് ആയിട്ടുള്ള കമ്പനി എന്ന് വിചാരിച്ച കമ്പനികളൊന്നുമില്ല ഇതൊക്കെ. ഇന്ന് സൊമാറ്റോ ഫുഡ് കൊണ്ടുവരുന്നു, എന്താണ് നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ഉള്ള ഇവിടെ നിന്ന് ഫുഡ് കൊണ്ട് അവിടെ കൊടുക്കുന്നു, ഇതൊക്കെ ഒരു കമ്പനിയാണ് എന്നൊക്കെ ചിന്തിച്ചവരുണ്ട് അല്ലേ. നമുക്കറിയാം, നമ്മൾ റോഡ് വഴിയൊക്കെ പോകുമ്പോഴൊക്കെ നമ്മൾ ഇവരെന്ത് ചെയ്യണമെന്ന് സി, ബട്ട് ഇറ്റ്സ് എ ഹ്യൂജ് ഹിറ്റ്. ഇറ്റ് ക്രിയേറ്റഡ് എ ഹ്യൂജ് ഇമ്പാക്ട്. എല്ലാം സ്റ്റാർട്ടപ്പ് യൂണിക്കോൺ കമ്പനീസ് ആയിരുന്നു. ഇപ്പോൾ സൊമാറ്റോ എറ്റേണൽ കമ്പനി IPO ഒക്കെ വന്നു, ഹ്യൂജ് എമൗണ്ട് കളക്ട് ചെയ്തു. ലിസ്റ്റഡ് കമ്പനിയാണ്, അത് മറക്കരുത്. നല്ല ഷെയർ ഡെയിലി നല്ല വോളിയത്തിൽ ട്രേഡ് ചെയ്യുന്ന കമ്പനിയാണ് എറ്റേണൽ, അതായത് സൊമാറ്റോ. അതുപോലെ സ്വിഗ്ഗി അറൗണ്ട് 300, എറ്റേണൽ അറൗണ്ട് 200. 200-300 രൂപ ചെറിയ എമൗണ്ട് അല്ല. കേൾക്കുന്നുണ്ടോ നിങ്ങളെല്ലാവരും? ഞാൻ എപ്പോഴും അതിശയിക്കാറുണ്ട് സൗമ്യ. ഫോർ എക്സാമ്പിൾ PNB, പഞ്ചാബ് നാഷണൽ ബാങ്ക്, പ്യൂർലി ഫോർ എഡ്യൂക്കേഷൻ പർപ്പസ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ പൊതുമേഖല ബാങ്കാണ്. എത്ര കോടി ആസ്തിയും എത്ര കസ്റ്റമേഴ്സ് ഉണ്ട് അവർക്ക് അല്ലേ, എന്തുമാത്രം നെറ്റ്വർക്ക്, എത്ര ബ്രാഞ്ച്. ആലോചിച്ചു, SBI കഴിഞ്ഞ അടുത്ത വലിയ ഗ്രൂപ്പാണ് അല്ലെങ്കിൽ വലിയ ബാങ്കാണ്. പക്ഷെ അതിൻ്റെ ഷെയറിൻ്റെ വില നോക്കൂ, കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. കമ്പാരിറ്റീവ്ലി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടെങ്കിൽ 34 രൂപയ്ക്ക് ട്രേഡ് ചെയ്തിട്ടുണ്ട് പണ്ട് PNB. പിന്നെ അതൊക്കെ ഇപ്പോൾ മാറി,
ഇപ്പോൾ ഇത് പറഞ്ഞ പോലെ ഷെയറിൻ്റെ വാല്യൂ ഒക്കെ കൂടി, എന്താണ് അതിൻ്റെ ഒരു വാല്യൂഷൻ കൂടി. പക്ഷേ അത് എത്ര വർഷമായ കമ്പനിയാണ് കുട്ടികളെ. സൊമാറ്റോയും എറ്റേണലും വന്നിട്ട് എത്ര കാലമായി ഇല്ലേ? ഈ ഒരു കഴിഞ്ഞ 5, 6, 7, 8 വർഷം എന്ന് വെച്ചോ, ചുമ്മാ ആസ് എ ഗസ് വർക്ക്. ബട്ട് ദ ഷെയർ വാല്യൂ ഓഫ് ദ കമ്പനി ഈസ് വെരി മോർ ദാൻ PNB. അതാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ എത്രയോ ബാങ്കുകളുണ്ട്, സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര, ഈവൻ ബാങ്ക് ഓഫ് ബറോഡ. ഞാനൊന്ന് ഡിഗ്രേഡ് ചെയ്ത് പറഞ്ഞു, ഞാൻ വാല്യൂഷനെ കുറിച്ചാണ് പറഞ്ഞത്. ഹൗ അതുപോലെ ഇപ്പോൾ വരുന്ന എല്ലാ IPOസും അങ്ങനെയാണ്. മനസ്സിലായി, നല്ലൊരു ശതമാനം IPOസും. ഇത് 2 കമ്പനി നമുക്ക് മറക്കാൻ പറ്റത്തില്ല വാല്യൂഷനെ കുറിച്ച് പറയുമ്പോൾ. എല്ലാം ബിക്കോസ് ഓഫ് കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ. ദാറ്റ്സ് മൈ പോയിന്റ്. ദേ സ്റ്റാർട്ട് എ ബിസിനസ്, ദേ ക്രിയേറ്റ് എ ബിസിനസ് വാല്യൂ, ദേ ക്രിയേറ്റ് എൻ ഇമ്പാക്ട് ഇൻ കസ്റ്റമേഴ്സ്. നൗ ദേ ഹാവ് ടു ഗ്രോ, ദേ ഹാവ് ടു huge capital, 5,000 crores, 2,000 crores, 6,000 crores. Good for IPO. IPOക്ക് പോകുന്നു, അവരെന്ത് ചെയ്യുന്നു? അവർ സുഖമായിട്ട് കോടിക്കണക്കിന് പൈസ ഏൺ ചെയ്യുന്നു. അതിനെ വെച്ചിട്ട് അവരെന്ത് ചെയ്യുന്നു? ബിസിനസ് ചെയ്യുന്നു. ലൈക്ക് മീഷോ എന്നൊരു കമ്പനിയുണ്ട്, അതെ, ഓൺലൈൻ ഷോപ്പിംഗ് ആണ് മീഷോ. അതിപ്പോൾ IPO നടന്നുകൊണ്ടിരിക്കുകയാണ്. ഐ തിങ്ക് നിങ്ങൾ അന്തപ്പെട്ടു. മീഷോ ഐ തിങ്ക് 130 റേഞ്ചിലാണ് IPO, ഇഫ് ഐ റിമെമ്പർ പ്രൈസ്. IPO ഇപ്പോൾ ഓപ്പൺ ആണ്. 3-ാമത്തെ ദിവസത്തിന് 35 times ഓവർ സബ്സ്ക്രിപ്ഷൻ ആയി. 3-ാമത്തെ ഡേ 3-ൽ തന്നെ 35 times അതിൻ്റെ IPO ഓവർ സബ്സ്ക്രൈബ്ഡ് ആയി. കഴിഞ്ഞ ആഴ്ച ലെൻസ് കാർട്ട്, ഒരു കണ്ണാടി കടയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും റോഡ് സൈഡിൽ ഓൺലൈൻ മാത്രം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഓഫ്ലൈനും കിട്ടുന്ന ഒരു കണ്ണാടി കട. അതിൻ്റെ വാല്യൂഷൻ നോക്കണം. സോ വൈ ഐ ആം സേയിങ് ഓൾ ദീസ് തിങ്സ് ടുഡേ? ബിക്കോസ് ഓൾ ദീസ് തിങ്സ് ആർ ബിക്കോസ് they are company form of organization. They can collect huge money from the public. Promoters have no tension, members have no tension. Why? Swami, എന്തുകൊണ്ടാണ് അവർക്കൊന്നും ടെൻഷൻ ഇല്ലാത്തത്? ഈ പറയുന്ന കമ്പനികളുടെ തന്നെ പ്രൊമോട്ടേഴ്സ് ഒരു ടെൻഷനും ഇല്ല. 6,000 അല്ല 5,000 കോടി ജനങ്ങളിൽ നിന്ന് കളക്ട് ചെയ്താൽ അവർക്ക് ആദ്യം ടെൻഷനൊന്നുമില്ല. എന്താ കാര്യം? ലിമിറ്റഡ് ലയബിലിറ്റി ആണ് പോയിന്റ്. ബിക്കോസ് ഇത് അവരല്ലോ മേടിച്ചത്, അത് കമ്പനിയാണ് IPO നടത്തിയത്. കമ്പനിയാസ് അവരൊന്നും ചെയ്തിട്ടില്ല. അവർ കൊണ്ടുവന്ന സംരംഭം, അവർ കൊണ്ടുവന്ന ഒരു ഐഡിയ, അത് ഹിറ്റായി ഇമ്പാക്റ്റ് ഉണ്ടാക്കി. അതാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. ഇഫ് യു സീ ലോട്ട് ഓഫ് എന്നെ പോലെ ആൾക്കാർ, ഷെയർ മാർക്കറ്റിലുള്ള ആൾക്കാർ ഇതിനെ കാണുന്നതാണ്. ഇമ്പാക്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് റാദർ ദാൻ ദ ഇയർ ഓഫ് എക്സ്പീരിയൻസ്. എത്രയോ കോടിക്കണക്കിന് വരുമാനം ഉണ്ടായിരുന്നു, എത്രയോ ടേൺ ഓവർ ഉണ്ടെന്ന് പറയുന്നതിനെക്കാട്ടി ഇമ്പാക്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഹൗ ഇതെല്ലാം മീഷോ, ലെൻസ് കാർട്ട്, എറ്റേണൽ, ദാറ്റ് സൊമാറ്റോ, സ്വിഗ്ഗി, ഓല ഇലക്ട്രിക്, പേടിഎം, ഇതുപോലത്തെ ഇപ്പം ന്യൂ ജനറേഷൻ കഴിഞ്ഞ ഒരു 10-15 വർഷം നടക്കുന്ന IPO, ഇൻക്ലൂഡിങ് ടുഡേ, ഇപ്പോഴും ഓപ്പൺ ആണ് മീഷോ IPO. ഇനിയും വരുന്നുണ്ട് IPO അടുത്ത ആഴ്ച. സെപ്റ്റോ എന്നൊരു കമ്പനി വരുന്നുണ്ട്. അതൊക്കെ ഭയങ്കര ഒന്ന് ആലോചിച്ച് ചോദിക്കാം. പണ്ടത്തെ കുറഞ്ഞ IPOക്ക് വരിക എന്ന് വെച്ചാൽ 25-30 വർഷം ഭയങ്കരമായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയ കമ്പനികളാണ് IPO കൂടി. ഇപ്പം അങ്ങനെയൊന്നുമില്ല. 5-6 വർഷമായി കുറച്ച് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു, കുറച്ച് ഷെയർ നല്ല മൂവ് ചെയ്യുന്നു, എല്ലാം ഉണ്ട്, നല്ല ഇൻവെസ്റ്റേഴ്സ് വരുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു. അത് ലിസ്റ്റിംഗ് കഴിയുമ്പോൾ തന്നെ അന്ന് തന്നെ അറൗണ്ട് 30% അപ്രീസിയേഷൻ, 20% അപ്രീസിയേഷൻ കയറി പോയിക്കൊണ്ടിരിക്കുക. നൈക്ക എന്നൊരു ഷോപ്പുണ്ട്, ഈ കോസ്മെറ്റിക്സിൻ്റെയൊക്കെ. അവർ ലിസ്റ്റഡ് കമ്പനിയാണ് ഇപ്പോൾ. ഓൾ ദീസ് തിങ്സ് ഈസ് ബിക്കോസ് ഓഫ് ഇറ്റ് ഈസ് എ കമ്പനി. ഓക്കെ, നൗ saying all these glamorous aspects, my dear students, there is disadvantages also. That is my point. Point number 1 is formality and expense. അകത്തോട്ടൊന്നും പഠിക്കണ്ട, എങ്കിലും പഠിച്ചേക്കണം. ചിലപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന് തലകുത്തരയും ചോദ്യം ചോദിക്കാം. കമ്പനി formation and its floating and operation is there is lot of formality. And you know lot of forms. Director joins DR12, വർഷം തോറും MP1 ഫയൽ ചെയ്യണം. ഷെയർ അലോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പാസ് 3 ഫയൽ ചെയ്യണം. ഷെയർ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ SH4 ഉണ്ട്. ബൈബാക്കിനൊക്കെ പോയാൽ 8-9 ഫോം ഉണ്ട്. പിന്നെ വർഷം തോറും AOC4 റിട്ടേൺസ്, ഓൺലൈൻ റിട്ടേൺസ് ഫയൽ ചെയ്യണം. ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യണം. ബോർഡ്സ് റിപ്പോർട്ട് ഉണ്ടാകണം. സോ ഓൾ ദീസ് തിങ്സ് ആർ, എവറിത്തിങ് ഈസ് അക്കൗണ്ടബിൾ. യു ഹാവ് ടു ഫോളോ ദി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. സോ ഫോർമാലിറ്റി ഈസ് വെരി ഹൈ ആൻഡ് എക്സ്പെൻസീവ് ഓൾസോ. നിങ്ങൾക്കറിയാം, ഓഡിറ്റ് വേണം, എല്ലാ വർഷവും ഓഡിറ്റ് വയ്ക്കണം. വലിയ കമ്പനി ആണെങ്കിൽ സെക്രട്ടറി ഓഡിറ്റ്, കോസ്റ്റ് ഓഡിറ്റ്, സ്റ്റാറ്റ് ഓഡിറ്റ്, രജിസ്റ്റേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യണം, ഓൺലൈൻ മീറ്റിംഗ് കൂടണം, 4-5 മീറ്റിംഗ്സ്, ബോർഡ് മീറ്റിംഗ്, ജനറൽ മീറ്റിംഗ്, ഓൾ ദീസ് തിങ്സ്. So if it is a comparatively a lesser compliance, ഇത്രത്തോളം എക്സ്പെൻസീവ് ആവത്തില്ല. ആൻഡ് ഓഫ് കോഴ്സ് compliance cost nowadays is very high. More your size of the company, the expense will be at a higher side. So all these things is very important to note.
So you make it very clear that the disadvantages of company is formality and expensive. And in fact ഞാൻ പലപ്പോഴും ചില ക്ലാസ്സുകളിൽ പറയാറുണ്ട്, ഞാനും എൻ്റെ പേരിൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു, OPC ഉണ്ടായിരുന്നു പണ്ട്, 1% കമ്പനി. അത് ഈ പറഞ്ഞ പോലെ കോസ്റ്റ് ഫാക്ടർ എനിക്ക് അതിൻ്റെ വലിയൊരു, ബിക്കോസ് compliance cost by കൂടി, I have to maintain bill book, I have to have vouchers and all thing, I have to prepare books of accounts, I have to do audit and ultimately I strike off that company. And of course, if you are big size company, then this is not a matter because you will cover all these expenses and all. But otherwise, it will be a trouble. Privacy laws, because transparency is the key word of company operation. So you cannot have any private privacy there, because all forms are uploaded with ROC, and ROC is a public office, and any person can inspect these documents through the MCA site. ഇന്നിപ്പോൾ പൈസ കൊടുത്ത് ഏത് കമ്പനിയുടെ ഡോക്യുമെൻറ്റ്സ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, ഏത് കമ്പനിയുടെ. ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഓൺലൈൻ MCA എടുക്കുക, ഇൻസ്പെക്ഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ് എടുക്കുക, പൈസ കൊടുക്കുക, ഏത് ഡോക്യുമെൻറ്റ്, ബാലൻസ് ഷീറ്റ് കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സോ ദർ ഇസ് നോ പ്രൈവസി ഹിയർ, എസ്പെഷ്യലി ഫോർ എ ലിസ്റ്റഡ് കമ്പനി. ദർ ഇസ് 0% പ്രൈവസി, I should say, because every quarter you have to file your balance sheet, financial statements with this, with the stock exchange. It's a public domain. You will be posting everything in your website as per the mandate. So any person can download any document, all postal balance, scrutinized report, everything, annual report, everything. So it is more transparent method. So you cannot have a privacy aspect in a company form of organization. Diversified control, and you all know the control here is different because the owners or shareholders, but the managing the directors are. അപ്പോൾ അവിടെ തന്നെ ഒരു ഡൈവർജഡ് അപ്രോച്ചാണ്, ഓണേഴ്സ് വേറെ മാനേജേഴ്സ് വേറെ. അപ്പോൾ അതൊരു പ്രശ്നമാണ്. അല്ലെങ്കിൽ അത്രത്തോളം ഓണേഴ്സ് ഷെയർ ഹോൾഡേഴ്സ് അത്രത്തോളം ടാലൻറ്റഡ് ആയിരിക്കണം, അവർക്കും ബിസിനസ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനുള്ള മാനേജ് ചെയ്യാനുള്ള സ്കില്ല് വേണം. അല്ലാത്ത പക്ഷം ഓണർമാർ ഈ പറഞ്ഞ എന്താണ് വേറെയാണ്, അതുപോലെ മാനേജ് ചെയ്യുന്ന വേറെ. അപ്പോൾ ഞാനെപ്പോഴും ഇതിനെ ലൈറ്റർ നോട്ട് കേട്ടോ, ലൈറ്റർ നോട്ടിൽ എപ്പോഴും പറയും, ഇപ്പോൾ ഒരു AGM നടക്കുകയാണെങ്കിൽ അവിടെ ഓണറിനെയും ഷെയർ ഹോൾഡറിനെയും എങ്ങനെ തിരിച്ചറിയാം, അതായത് ഷെയർ ഹോൾഡറിനെയും ഡയറക്ടറിനെ എങ്ങനെ തിരിച്ചറിയാം എന്ന് ചോദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തമാശയ്ക്ക് ഞാൻ പറയാം, ലൈറ്റർ നോട്ട് ആസ് എൻ അക്കാഡമിഷ്യൻ, പ്യൂർലി ആസ് എൻ അക്കാഡമിഷ്യൻ, നോട്ട് ആസ് എ PCS. നമ്മളെങ്ങനെയെന്ന് വെച്ചാൽ ഒരു AGM നടക്കുമ്പോൾ ഒരു ഷെയർ ഹോൾഡർ പാവം, അയാൾ ഒരു 2 വീലറിലോ ഒരു ഓട്ടോയിലോ ഒന്ന് ഇറങ്ങും, കുറച്ച് ഷെയറൊക്കെ വെച്ചിട്ടുണ്ട് ആ കമ്പനിയിൽ, അയാൾ പാവം കഷ്ടപ്പെട്ട് വന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ട് പോകും. പക്ഷേ കമ്പനിയിലെ MD ഡയറക്ടർ എങ്ങനെ വരും? ബെൻസിൽ വരും. ശരിയല്ലേ സൗമ്യ? ശരിയല്ലേ? അപ്പോൾ അവർ ബെൻസിലേക്ക് വന്നു. അവിടുത്തെ വലിയ ടോപ്പ് എക്സിക്യൂട്ടീവ്, വലിയ കമ്പനിയുടെ വലിയ MDയും ഡയറക്ടർ എന്ന് പറയുമ്പോൾ മാസം തോറും ലക്ഷക്കണക്കിന് ശമ്പളവും കിട്ടുമ്പോൾ വലിയ സഫാരി സ്യൂട്ടൊക്കെ ഇട്ട് അല്ലെങ്കിൽ കോട്ടൊക്കെ ഇട്ട് ടൈയൊക്കെ കെട്ടി നല്ല ബെൻസിൽ വരുന്നു. അത് തുറന്നു കൊടുക്കാനൊക്കെ ആൾക്കാർ കാണും, പോകുന്നു, മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് പോകുന്നു, അവിടെ നിന്ന് പിന്നെ ഫ്ലൈറ്റ് കയറി അടുത്ത ചെന്നൈയിലോട്ട് പോകുന്നു. ഇങ്ങനെയാണ്. പക്ഷേ അതിനെ ഉണ്ടാക്കിയിരിക്കുന്ന ഷെയർ ഹോൾഡർ കളക്റ്റീവ് മണിയാണല്ലോ അല്ലേ, ഒരുപാട് ഷെയർ ഹോൾഡേഴ്സ് ചേർന്നല്ലേ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അവരൊക്കെ പാവത്തപ്പടികൾ ഇങ്ങനെ ലൈറ്റർ നോട്ട് എന്ന് വെച്ചാൽ ഇന്ന അക്കാഡമിക് നോട്ടിലേ പറയുന്നുള്ളൂ. യൂഷ്വലി ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് മേജർ ഷെയർ ഹോൾഡർ, 60-70% ഷെയർ വെച്ചിരിക്കുന്ന നമ്മളെക്കാട്ട് പൈസക്കാരനായിരിക്കും. പക്ഷെ പൊതുവേ നമ്മൾ പറയുന്ന ഒരു ഇതാണ് ഡൈവേഴ്സ്. അപ്പോൾ ഓണർഷിപ്പ് ഉള്ളവരെ കാട്ടിൽ ഇമ്പോർട്ടൻസ് ആണ് പലപ്പോഴും മാനേജ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒരു ഞാൻ ആസ് എൻ അക്കാഡമിഷ്യൻ പണ്ട് തുറന്നു പറയാം കുട്ടികളെ, ഞാൻ ആലോചിച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ അവർക്ക് സിറ്റിംഗ് ഫീ കിട്ടും. അതുപോലെ തന്നെ അവർക്ക് ഫ്ലൈറ്റ്, താമസം, ഒരുവിധപ്പെട്ട നല്ല കമ്പനികളെല്ലാം സ്റ്റാർ ഹോട്ടലിലായിരിക്കും മീറ്റിംഗ് നടത്തുന്നത്. അപ്പോൾ അവിടുത്തെ തലേദിവസം വന്ന് താമസിക്കും, നല്ല ഫുഡും പാർട്ടിയും അല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവും. അവർ തിരിച്ച് കാറിൽ കൊണ്ട് എയർപോർട്ടിൽ വിടും. അവർ തിരിച്ച് ഈ മുഴുവൻ എക്സ്പെൻസ് ഇസ് മെറ്റ് ബൈ ദ കമ്പനി. ദേ ആർ ഓൾ directors who are employed by shareholders. Assume that there is a shareholder who holds 10% of shares and he want to attend a general meeting. വേണമെങ്കിൽ വന്നാൽ മതി അല്ലേ, തമാശയ്ക്കാണ് ലൈറ്റർ നോട്ട്, തമാശ എന്നല്ല ലൈറ്റർ നോട്ട്, വേണമെങ്കിൽ വന്നാൽ മതി. ഇനി അഥവാ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്വന്തം പൈസ ചിലവാക്കി കാർ പിടിച്ചോ ഫ്ലൈറ്റ് പിടിച്ചോ ട്രെയിൻ പിടിച്ചോ പോകണം. മീറ്റിങ്ങിന് സിറ്റിംഗ് ഫീ എന്നൊരു കൺസെപ്റ്റേ ഇല്ല. മുഴുവൻ കയ്യിലും പൈസ ചിലവാക്കി ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ട് തിരിച്ചു വരണം. ആദ്യത്തെ ശരിയല്ലേ? സോ ദിസ് ഈസ് ദ നിങ്ങളതിനെ കുറച്ചുകൂടിയൊക്കെ വേറെ ആംഗിളിൽ ചിന്തിക്കുമ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഞാനിട്ട 10%, നമ്മൾ പലരും ഇട്ട 5%-10% ഇട്ടിട്ടാണ് ഈ എമൗണ്ട് വന്നത് ക്യാപിറ്റൽ. ഓക്കെ, അത് അങ്ങനെയാണ് അതിൻ്റെ സംവിധാനം. ഐ എം നോട്ട്
ഡയറക്ടർ മീറ്റിങ്ങിൽ എല്ലാ ഡയറക്ടേഴ്സിനും കാർ കൊടുക്കുകയും ഫ്ലൈറ്റും ഒക്കെ നമ്മളിങ്ങനെ വലിയൊരു ചടങ്ങാണ്. ഈവൻ ഫുഡായാലും മറ്റുള്ള താമസമായാലും. But I have not seen these type of things in shareholders meeting usually. That is why now law encourages a lot of online meeting, e-voting, remote e-voting and all. So I just told in another angle. So that is called diversified control and public accountability, especially in the listed company. Every money you collect, you are accountable. So all are subject to audit, all are subject to tax transaction assessment and all. So you are always accountable. And next one is fraud possibility. Being in online class, I don't want to discuss. Even though a company enjoys a lot of things, but a lot of scams, including Satyam Computer Services. There are many companies indulge in a lot of financial frauds and all, because there is a number of scope for that also. And I think somewhere in the next chapter we'll study about corporate personality and lifting of corporate wheel and all, where we'll discuss a little bit detail about the possibility of frauds and all. But you see the history of any country, especially in India, we have many black histories where share market scams are there, where accounting scams were there, and which amounts to huge amount, because everyone misuse this corporate facet and the corporate legal person to the company, and they play around the games there. So we'll discuss later. So all these things are the disadvantages of a company. But of course, majority part is advantage, but നമുക്ക് കുറേ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഭയങ്കര ഫോർമാലിറ്റിയാണ്, ഭയങ്കര എക്സ്പെൻസീവ് ആണ്, പ്രൈവസി ഒന്നുമില്ല, ഒരുപാട് ഡിസ്ക്ലോസ് ചെയ്യേണ്ടി വരും. എസ്പെഷ്യലി ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ ഡിസ്ക്ലോഷറാണ് അല്ലേ. A lot of forms you have to file with the regulatory authority, which are all in public domain. That will be scrutinized by many people, including the investors, including the investment companies and all. And there is possibility of fraud because because of, even though whatever disclosure is there have enough scope for fraud also. So disadvantage, again, it's a good tricky question from exam point of view. Ini statutory corporations, just you read it. I don't want to dwell here. Minimum number of members again vanditundu, you just put a read. Okay. Classification of companies, ഇതൊക്കെയാണ് നമ്മൾ പല സ്ഥലങ്ങളിലും നോക്കിയിട്ടുള്ളത്. ഈ ടൈപ്സ് ഓഫ് കമ്പനീസ് 1-2 ആസ്പെക്ട്സ് ഞാൻ കുറച്ച് പറയാം. സോ ഇതാണ് ടോട്ടൽ പിക്ചർ. കുറച്ച് ഡെഫിനിഷൻസ് ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിലും കൂടെ അടുത്ത ചാപ്റ്ററിലും കൂടെ ആകുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബട്ട് ടുഡേ ഐ വിൽ ആസ്ക് യു ടു റീഡ് സംതിങ്. സോ കുട്ടികളെ ഇൻകോർപ്പറേഷൻ വെച്ച് നോക്കുമ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന കമ്പനിയിൽ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ വരാം, അത് ഈ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ പോലത്തെ കമ്പനികൾ വരാം. മെമ്പർഷിപ്പിൻ്റെ ബേസിസിലാണ് നമ്മൾ ഒരു കമ്പനിയെ പബ്ലിക്കും പ്രൈവറ്റും OPC ആയിട്ട് തിരിക്കുന്നത് അല്ലേ. എത്ര നമ്പർ ഉണ്ടോ അതിനനുസരിച്ച്, ഒരാളുണ്ടെങ്കിൽ OPC, 2 പേരുണ്ടെങ്കിൽ പ്രൈവറ്റ്, 7 പേരുണ്ടെങ്കിൽ പബ്ലിക്. ഒബ്ജക്റ്റീവിൻ്റെ ബേസിസിൽ സെക്ഷൻ 8 കമ്പനി, നിധി കമ്പനി, പ്രൊഡ്യൂസർ കമ്പനി, ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ സെറ്റിംഗ് അപ്പ് ഓഫ് ബിസിനസ് എന്നുള്ള പേപ്പറിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കും. നമുക്കിവിടെ അതൊന്നും പഠിക്കാനില്ല, ഇപ്പോൾ ഇതെല്ലാം എടുത്ത് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ ലയബിലിറ്റിയുടെ ബേസിലാണ് ലിമിറ്റഡ് ബൈ ഷെയർ, ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി അങ്ങനെ മാറ്റിയിട്ടുള്ളത്. കൺട്രോളിൻ്റെ ബേസിസിൽ പെർസെൻറ്റേജ് ഓഫ് ഷെയറിനെ ബേസ് ചെയ്തിട്ട് 51% ഗവൺമെൻറ് ഹോൾഡ് ചെയ്താൽ ഗവൺമെൻറ് കമ്പനി, 51% വേറൊരു കമ്പനി ഹോൾഡ് ചെയ്താൽ അത് ഹോൾഡിംഗ് കമ്പനി, താഴെയുള്ള സബ്സിഡറി കമ്പനി, അങ്ങനെ പോകും. നാഷണാലിറ്റി ബേസ് ചെയ്തിട്ട് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത് ഇന്ത്യയിൽ കൺട്രോൾ ചെയ്യുന്ന കമ്പനിയാണെങ്കിൽ ഡൊമസ്റ്റിക്കും, വെളിയിൽ രജിസ്റ്റർ ചെയ്ത് ഇന്ത്യയിൽ കൂടെ പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ടെങ്കിൽ അതിന് ഫോറിൻ കമ്പനി എന്ന് പറയും. ആൻഡ് ദിസ് ചാർട്ട് ലുക്സ് ലൈക്ക് എ ഹോളിസ്റ്റിക് വ്യൂ ഓഫ് ദ വേരിയസ് ടൈപ്സ് ഓഫ് കമ്പനീസ്. ഓക്കെ, സോ അത്രേ ഉള്ളൂ. അവിടെ ഒന്നും വേറെ ഡിസ്കസ് ചെയ്യില്ല. ഐ തിങ്ക് നത്തിങ് ടു ഡിസ്കസ്. സെക്ഷൻ 8 കമ്പനിയൊക്കെ നിങ്ങൾ, എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഇതിലുണ്ട്. സോ സംതിങ് വിച്ച് ഐ തിങ്ക് ഈ ഡെഫിനിഷനാണ് തോന്നുന്നു. ഐ ജസ്റ്റ് ഒരു ബേർഡ്സ് ഐ വ്യൂ ആണെങ്കിൽ പറഞ്ഞു പോവാം. അടുത്ത ചാപ്റ്ററിലാണെന്ന് തോന്നുന്നു ഒരു കുറേ ഡെഫിനിഷൻസ് ഉണ്ട്, നിങ്ങളെ വായിക്കാൻ പറയും. ഈ ചേരിയെക്കുറിച്ച് ഞാനൊരു 2 ലൈൻ വെച്ച് പറഞ്ഞു പോവാം. ബിക്കോസ് ഇവിടെ ഒന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. ഐ തിങ്ക് ഇൻ സെറ്റിംഗ് ഓഫ് എ ബിസിനസ് ഈച്ച് ടൈപ്പ് ഓഫ് ബിസിനസിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. എങ്കിലും ആസ് എ ടീച്ചർ ഓഫ് കമ്പനി ലോ ഐ വിൽ ജസ്റ്റ് ഗീവ് യു ബേർഡ്സ് ഐ വ്യൂ. സ്റ്റുഡൻസ്, ഫസ്റ്റ് വൺ ഈസ് സെക്ഷൻ 8 കമ്പനി. എല്ലാവരും കെയർഫുൾ ആയിട്ട് എഴുതുക കുറച്ച് നേരം. സെക്ഷൻ 8 കമ്പനി ഈസ് എ കമ്പനി വിച്ച് ഇസ് ഫോംഡ് ഫോർ നോൺ കമേഴ്സ്യൽ ആക്ടിവിറ്റീസ്. And these companies are formed to promote commerce, art, science, sports, research, social welfare,
religion and charity. In India, there are many companies which register Section 8 companies, and they do a lot of CSR activities and all. And Section 8 companies have, if you ask me, 3 features. Okay. One is they cannot do commercial activity for profit making. They usually engage in, as per the Memorandum of Association, അവരുടെ മെമ്മറാണ്ടത്തിൽ സോഷ്യൽ വെൽഫെയർ, റിലീജിയൻ, ചാരിറ്റി, പ്രൊമോഷൻ ഓഫ് ആർട്ട്, സയൻസ് ഒക്കെയാണ് വരേണ്ടത്. ദാറ്റ്സ് പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, if they have a surplus, they cannot distribute as dividend. അവർക്ക് ഏത് ആക്ടിവിറ്റി ചെയ്താലും സർപ്ലസ് വരും അല്ലേ. 10 ലക്ഷം രൂപ എക്സ്പെൻസ് ഉണ്ട്, 12 ലക്ഷം രൂപ ഇൻകം ഉണ്ടെങ്കിൽ 2 ലക്ഷം രൂപ സർപ്ലസ് ആയി. പക്ഷേ ആ സർപ്ലസിന് സാധാ കമ്പനികൾ ഡിവിഡൻ്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. പക്ഷേ സെക്ഷൻ 8 കമ്പനിക്ക് ഡിവിഡൻ്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. മറിച്ച് അതിൻ്റെ ഓബ്ജക്ട്സ് ഫർദർ ചെയ്യാനായിട്ട്, ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് വീണ്ടും അതിനെ റീഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ലൈബ്രറി ആണ് സെക്ഷൻ 8 കമ്പനി ആണെന്നുണ്ടെങ്കിൽ സോട്ട് ഇൻകം വരും, എക്സ്പെൻസ് വരും. എക്സ്പെൻസിനായിട്ടുള്ള ഇൻകം കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ എക്സ്പെൻസ്, ആ പൈസ ഡിവിഡൻ്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യരുത്, മറിച്ച് ഫർദർ ലൈബ്രറിയിൽ ബുക്സ് മേടിക്കാനും ലൈബ്രറിയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഇമ്പ്രൂവ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യണം. ഇതാണ് രണ്ടാമത്തെ ഫീച്ചർ. മൂന്നാമത്തത്, ഈ കമ്പനികളുടെ പേരിൻ്റെ അവസാനം ലിമിറ്റഡ് എന്നൊരു വാക്ക് കാണത്തില്ല. പ്രൈവറ്റ് ഒന്നും കാണത്തില്ല, പബ്ലിക് ഒന്നും കാണത്തില്ല, ലിമിറ്റഡ് ഒന്നും കാണത്തില്ല. സോ ഈ 3 ഫീച്ചറും അടങ്ങുന്ന കമ്പനികളെയാണ് കുട്ടികൾ നമ്മൾ സെക്ഷൻ 8 കമ്പനി അഥവാ നോൺ പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനി എന്ന് പറയുന്നത്. ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിലും അതുപോലെ തന്നെ CSRൻ്റെ കേസിലൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പ്രത്യേകതരം കമ്പനിയാണ് സെക്ഷൻ 8 കമ്പനി. ആർട്ട് പ്രൊമോട്ട് ചെയ്യുന്ന, കഥകളി പ്രൊമോട്ട് ചെയ്യുന്ന, ലൈബ്രറി, മ്യൂസിയം, ഇങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ടാക്സ് ഹെവനാണ് കമ്പാരിറ്റീവ്ലി, ഒരുപാട് ടാക്സ് എക്സംഷൻസ് ഉള്ളതുകൊണ്ട് ഈ ഏരിയ വളരെ വളരെ സൂക്ഷ്മമാണ് നമ്മൾ കമ്പനി രജിസ്റ്റർ ചെയ്യാനും അത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനും. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊക്കെ നിങ്ങൾ സെറ്റിംഗ് ഓഫ് ബിസിനസ് പഠിക്കും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് എലോബറേറ്റ് വേണമെങ്കിൽ ചോദിക്കുക കേട്ടോ. നമുക്കത് ഇവിടെ ഇല്ല പഠിക്കാൻ. പണ്ടത്തെ സിലബസ്, പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഉണ്ട് പഠിക്കാൻ, ഇൻകോർപ്പറേഷൻ മുഴുവൻ. ഇപ്പോൾ അതൊന്നുമില്ല, കാരണം അതെല്ലാം സെറ്റിംഗ് ഓഫ് ബിസിനസ് തൊട്ട് മാറ്റി. ക്ലിയർ അല്ലേ സൗമ്യ? ഗവൺമെന്റ് കമ്പനി അടുത്തത്. ഇതും ഒരു കൺട്രോളിൽ ബേസ് ചെയ്തിട്ടുള്ള കമ്പനിയാണ് കുട്ടികളെ. ഏതൊരു കമ്പനിയുടെയും 51% മുകളിൽ ഷെയർ ക്യാപിറ്റൽ, 50 അല്ല 51% ഷെയർ ക്യാപിറ്റൽ സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ, സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റുമോ, അല്ലെങ്കിൽ 2-3 സ്റ്റേറ്റ് ഗവൺമെൻറ് കൂടെ ചേർന്നോ, അല്ലെങ്കിൽ വേറൊരു ഗവൺമെൻറ് കമ്പനിയോ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ മറ്റേ കമ്പനി എന്തായി മാറും? ഗവൺമെൻറ് കമ്പനിയായി മാറും. ഒന്നുകൂടി പറയാം. ഫോർ എക്സാമ്പിൾ, എ ലിമിറ്റഡ് എന്നൊരു കമ്പനിയുണ്ട്. അതിൻ്റെ 51%, 50 അല്ല 51% കൂടുതലോ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഒരു നമ്മളെ സെൻട്രൽ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റോ, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും കൂടെ ചേർന്നോ, അല്ലെങ്കിൽ 2-3 സ്റ്റേറ്റ് ഗവൺമെൻറ് ജോയിൻ്റ്ലിയോ, അല്ലെങ്കിൽ വേറൊരു ഗവൺമെൻറ് കമ്പനിയോ ഹോൾഡ് ചെയ്താൽ ഈ എ ലിമിറ്റഡ് എന്തായി മാറും? ഗവൺമെൻറ് കമ്പനിയായി മാറും. ONGC, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ്, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, ഇവിടുത്തെ ടൈറ്റാനിയം, KMML, KSIDC, ഇഷ്ടംപോലെ ഗവൺമെൻറ് കമ്പനികളുണ്ട്. നമ്മൾക്ക് ഗവൺമെൻറ് കമ്പനീസ് പ്ലേ എ വെരി വൈറ്റൽ റോൾ. ഗവൺമെൻറ് കമ്പനിയുടെ ഏറ്റവും വലിയ ഫീച്ചർ എന്ന് പറയുന്നത് ഒരു ഓഡിറ്റാണ്. അവർക്ക് ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയാണ്, C&AG ആണ്. അതിനെക്കുറിച്ച് നമ്മൾ എവിടെയെങ്കിലും ഓഡിറ്റർ ചാപ്റ്റർ പഠിക്കും. കുട്ടികളെ അടുത്തത് ഹോൾഡിംഗ് കമ്പനി, സബ്സിഡറി കമ്പനി. ഞാൻ തുടക്കത്തിലെ ഒരു കാര്യം പറയാം. ഒരു കമ്പനിയെ സബ്സിഡറി കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല, ഒരു കമ്പനിയെ ഹോൾഡിംഗ് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. അത് ഷെയറിൻ്റെ കൺട്രോളിനെ ബേസ് ചെയ്തിട്ടാണ്. മുകളിൽ പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്, 2/45 ഗവൺമെൻറ് കമ്പനി. അതുപോലെ ഇവിടെ 2/46 ആണ് ഹോൾഡിംഗ് സബ്സിഡറി കമ്പനി, 46ഉം 2/87. അതുകൊണ്ട് ഒരു കമ്പനിയെ കയറി സബ്സിഡറി കമ്പനി ആക്കി കളയാം, രജിസ്റ്റർ ചെയ്യാം. അങ്ങനെ കമ്പനി രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഗവൺമെൻറ് കമ്പനി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. ഇതിനൊക്കെ ഏത് ബേസ് ചെയ്തിട്ടാണ്? കുട്ടികളെ ഷെയർ ഹോൾഡിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബി ലിമിറ്റഡ് എന്നൊരു കമ്പനിയുണ്ട്. ആ ബി ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ 51% മുകളിൽ ഷെയർ ക്യാപിറ്റൽ, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എ ലിമിറ്റഡ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ബി ലിമിറ്റഡ് എ ലിമിറ്റഡിന്റെ സബ്സിഡറിയാണ്. എ ലിമിറ്റഡ് ബി ലിമിറ്റഡിനെ വെച്ച് നോക്കുമ്പോൾ ഹോൾഡിംഗ് കമ്പനി. ക്ലിയർ ആണല്ലോ അല്ലേ? ഈ ഹോൾഡിംഗ് സബ്സിഡറി കൺട്രോൾ ഉണ്ടാവുന്നത് 2 രീതിയിലാണ്. ഒന്ന് ഷെയർ ക്യാപിറ്റൽ ബേസ് ചെയ്ത്, അതാണ് പറഞ്ഞത് 51%, 51% കൂടുതൽ ഹോൾഡ് ചെയ്താൽ
എ ലിമിറ്റഡ് ഹോൾഡിങ്ങും ബി ലിമിറ്റഡ് സബ്സിഡറി ആവുമെന്ന് സാറ് പറഞ്ഞു. ഇത് പൈസ ബലം. ഇനി പൈസ ബലമില്ലാതെ കൺട്രോൾ എക്സസൈസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? അതിൻ്റെ മാനേജ്മെന്റ് കൺട്രോളാണ്. ബി ലിമിറ്റഡിൽ 10 ഡയറക്ടർമാരുണ്ടെന്ന് വിചാരിക്കുക. അതിൽ 6 ഡയറക്ടർമാരെയും അപ്പോയിന്റ് ചെയ്യാനുള്ള അധികാരം എ ലിമിറ്റഡിനാണെന്നുണ്ടെങ്കിൽ പൈസ വഴി അല്ലാതെ പോലും കൺട്രോൾ എക്സസൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എക്ക് ബിയിൽ. അപ്പോൾ ബി നമ്മുടെ സബ്സിഡി കമ്പനിയാണ്. 6 കാൽക്കുലേഷൻ മനസ്സിലായില്ല. 10ൽ 6 എന്ന് വെച്ചാൽ 51%. സോ ഫോർ ബീയിങ് എ സബ്സിഡറി കമ്പനി, for a holding company, the control is in 2 terms, either by paid up capital holding percentage or through the control of appointing the majority directors in B Limited. So this is called relationship between a holding company and a subsidiary company. And you all know, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്റർ കോർപ്പറേറ്റ് ലോണിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച്, ലെയറിനെ കുറിച്ചൊക്കെ. I do not want to discuss further. ക്ലിയർ? കുഞ്ഞുകടകളെ ക്ലിയർ ആണല്ലോ? അടുത്തത് ഇതെല്ലാം ഈ 2 ലൈൻ. പണ്ട് ഇതൊക്കെ ഭയങ്കര ഓപ്പറേറ്റ് പഠിപ്പിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇൻകോർപ്പറേഷൻ ഇപ്പോൾ സെറ്റിംഗ് അപ്പ് ബിസിനസ് വന്നപ്പോൾ ഇതെല്ലാം അങ്ങോട്ട് മാറ്റി. എങ്കിലും ഇവിടെ നമ്മൾ കമ്പനി ലോയുടെ ആസ്പെക്റ്റിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. കുഞ്ഞുകടകളെ അടുത്ത കമ്പനിയുടെ പേരാണ് അസോസിയേറ്റ് കമ്പനി അഥവാ JV കമ്പനി. നിങ്ങൾ സിസ്റ്റർ കൺസേൺ എന്ന് കേട്ടില്ലേ? ഇതിലെ സഹോദര സ്ഥാപനം. സബ്സിഡറി കമ്പനി ആവണമെങ്കിൽ 51%. ഇവിടെ 20%. നമ്മൾ പറഞ്ഞ അതേ എക്സാമ്പിളിൽ കുട്ടികളെ ബി ലിമിറ്റഡിന്റെ 20% മുകളിൽ ഷെയർ എ ലിമിറ്റഡ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ബി ലിമിറ്റഡ് എ ലിമിറ്റഡിനെ സംബന്ധിച്ചോളം അസോസിയേറ്റ് കമ്പനിയായി മാറും. ഇവിടെയും അതുപോലെ തന്നെ 20% ഷെയർ ഹോൾഡ് ചെയ്തില്ലെങ്കിലും 20% തുല്യമായിട്ടുള്ള സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് ബിയിൽ ചെലുത്താൻ പറ്റിയാലും എ ലിമിറ്റഡിന്റെ അസോസിയേറ്റ് കമ്പനി ബി ലിമിറ്റഡ് ആണ്. കാരണം അവിടെ വാക്കുണ്ട് സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ സബ്സിഡറി അല്ല. അപ്പോ in relation to 6, an associate company in relation to another company means a company in which that other company has a significant influence but is not a subsidiary company. Significant influence definition നോക്കിയത് I have a control at least 20% or more of voting rights or control or participation in business under an agreement. The expression joint venture means a joint arrangement where the parties have a joint carried of etc. net asset of the arrangement. അപ്പോൾ JV കമ്പനീസിൽ ഒരു 3-4 കമ്പനി ചേർന്ന് 21%, 27%, 20% ഇങ്ങനെ വെച്ചൊരു കമ്പനി തുടങ്ങുമ്പോൾ ഒരു JV കമ്പനി ഉണ്ടാക്കി എങ്കിൽ ഓരോ കമ്പനിയെ സംബന്ധിച്ചോളൂ മറ്റേ JV കമ്പനി നമ്മളുടെ ആരാണ്? അസോസിയേറ്റ് കമ്പനിയാണ്. ഒരു ഉദാഹരണം പറയട്ടെ. ഫോർ എക്സാമ്പിൾ എല്ലാവരും ശ്രദ്ധിച്ചേട്ടാണോ? ഒരു എക്സ് ലിമിറ്റഡ് എന്നൊരു കമ്പനിയുണ്ട്. 4 കമ്പനികൾ ചേർന്നാണ് എക്സ് ലിമിറ്റഡ് ഉണ്ടാക്കിയിരിക്കുന്നത്, ജോയിന്റ് വെഞ്ചറായിട്ട്. എങ്ങനെയാണ്? എക്സ് ലിമിറ്റഡ് ഒരു കമ്പനിയുണ്ട്, 4 കമ്പനികൾ ചേർന്നാണ് ആ കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത്. സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ കമ്പനി അഥവാ ജോയിന്റ് വെഞ്ചർ കമ്പനി. ഇതിൽ ഓരോ കമ്പനികളും, അതായത് A, B, C, D 4 കമ്പനി ചേർന്നാണല്ലോ ഈ കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ ഓരോ കമ്പനിയും 25% വെച്ച് ഷെയർ ഇട്ടിട്ടുണ്ട്. അപ്പോ കുട്ടികളെ ഈ 4 കമ്പനികൾക്കും ഈ എക്സ് എന്ന് പറയുന്ന കമ്പനി ആരാണ് സൗമ്യ? ഈ 4 കമ്പനികൾക്കും എക്സ് എന്ന് പറയുന്ന കമ്പനി ആരാണ്? ആദ്യത്തെ ആരാണ്? ഈ 4 പേരും കൂടെ ചേർന്ന് ഓരോരുത്തർ 25% ഷെയർ ഇട്ടിട്ടാണ് എക്സ് എന്ന് പറയുന്ന JV കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 4 കമ്പനിയെ സംബന്ധിച്ചോളം ഓരോരുത്തർക്കും ഈ പറഞ്ഞ എക്സ് എന്ന് പറയുന്ന കമ്പനി ആരാണ്? അസോസിയേറ്റ് കമ്പനിയാണ്. ഇതാണ് ഇവിടെ JV കുറിച്ച് പറയാൻ കാര്യം. നല്ലൊരു ആസ്പെക്ട് ആണ്. അപ്പൊ 20% മുകളിൽ സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ അസോസിയേറ്റ് ആയി, 51% മുകളിലാണെന്നുണ്ടെങ്കിൽ സബ്സിഡറി. ഓക്കെ. ഡോർമന്റ് കമ്പനി, അടച്ചു പൂട്ടിയിരിക്കുന്ന ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാത്ത കമ്പനികളെയാണ് നമ്മൾ ഡോർമന്റ് കമ്പനി എന്ന് പറയുന്നത്. സെക്ഷൻ 455. കഴിഞ്ഞ 2 വർഷമായിട്ടും ഓപ്പറേഷൻസും ഇല്ല, അക്കൗണ്ടിങ് ട്രാൻസാക്ഷനും ഇല്ല കമ്പനി, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കഴിഞ്ഞ 2 വർഷമായിട്ടും ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ
ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് വരുമ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും ആനുവൽ റിട്ടേൺ ഒന്നും ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു കമ്പനി ഇല്ല, ഉണർന്നിരിക്കുന്നില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് ഇത് ഉറങ്ങിയ കമ്പനി എന്ന് പറയാൻ കാര്യം. അതിനെയാണ് നമ്മൾ ഡോർമെന്റ് കമ്പനി എന്ന് പറയുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിൽ കുറച്ച് ഡിസ്കസ് ചെയ്യുന്നതിനെക്കുറിച്ച് ഡോർമെന്റ് കമ്പനിക്ക് നമ്മൾ അങ്ങോട്ട് അപ്ലൈ ചെയ്ത് ഡോർമെന്റ് കമ്പനി സ്റ്റാറ്റസ് എടുത്ത് വയ്ക്കാം. MSC1 MSC2 എന്ന് ഫോമുണ്ട്. അപ്പൊ എന്താണ് ഡോർമെന്റ് കമ്പനി എന്ന് വെച്ചാൽ അടച്ചുപൂട്ടിയ കമ്പനി. എങ്ങനെയാണ് അടച്ചുപൂട്ടിയെന്ന് മനസ്സിലായി? ഒരു അക്കൗണ്ടിങ് ട്രാൻസാക്ഷനും ഇല്ല, അല്ലെങ്കിൽ ഒരു ഓപ്പറേഷനും ഇല്ല, അല്ലെങ്കിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് എന്ത് ചെയ്യുന്നില്ല, ആനുവൽ റിട്ടേൺസ് ഒന്നും ഫയൽ ചെയ്യുന്നില്ല. അങ്ങനെ നിർജീവമായി കിടക്കുന്ന കമ്പനികളാണ് കുട്ടികളെ നമ്മൾ ഡോർമെന്റ് കമ്പനി എന്ന് പറയുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. സ്മോൾ കമ്പനി ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച എൻ്റെ സ്റ്റാറ്റസ് കണ്ടാണ് അല്ലേ, കഴിഞ്ഞ ആഴ്ച ഇതിൻ്റെ ലിമിറ്റ് കൂട്ടി. ഇപ്പോൾ പഠിക്കുമ്പോൾ പഴയ ലിമിറ്റ് തന്നെയാണ്. സ്മോൾ കമ്പനി എന്ന് വെച്ചാൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആംഗിളിലും അതുപോലെ തന്നെ ടേൺ ഓവറിൻ്റെ ആംഗിളിലും ഒരു ലിമിറ്റ് വരെ മാത്രമേ ഉള്ള കമ്പനികളെയാണ് കുഞ്ഞു കമ്പനികൾ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ പറയുന്ന സിലബസിന്റെ ബേസിസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 20 കോടിയാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ലിമിറ്റും, ടേൺ ഓവർ വന്നിട്ട് 40 കോടി. അപ്പോൾ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 20 കോടിക്ക് മുകളിൽ കൂടാൻ പാടില്ല, അതുപോലെ ടേൺ ഓവർ 40 കോടിക്ക് മുകളിൽ കൂടാൻ പാടില്ല. അത്തരം കമ്പനികളെ നമ്മൾ സ്മോൾ കമ്പനി എന്ന് വിളിക്കും. ഈ ലിമിറ്റ് സൂക്ഷിച്ചാണ്. ഓൾറെഡി തന്നെ ഒരു അമെൻമെന്റ് ഉണ്ടായി, അതാണ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വീണ്ടും അമെൻഡ് ചെയ്ത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിപ്പോൾ തൽക്കാലം പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യേണ്ട, കാരണം നിങ്ങളുടെ മനസ്സ് പിന്നെ അത് കയറിപ്പോകും അല്ലേ. കാരണം പരീക്ഷ സമയത്ത് അങ്ങനെ, പരീക്ഷ സമയത്ത് ഇതാണ് നിങ്ങൾ സ്റ്റഡി മീറ്റിലുള്ള. അപ്പോൾ 20 crores 40 crores. എന്തിനാണ് ഇങ്ങനെ സ്മോൾ കമ്പനി? അവർക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ എക്സംഷൻസ് ഉണ്ട്. നിങ്ങൾക്കറിയാം, ബോർഡ് മീറ്റിംഗ് ഫോർ എക്സാമ്പിൾ സ്മോൾ കമ്പനിക്ക് 2 ബോർഡ് മതി, 4 പേരം. അപ്പോൾ അങ്ങനെ പല സ്ഥലങ്ങളിലും സ്മോൾ കമ്പനിക്ക് എക്സംഷൻ ഉണ്ട്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് വേണ്ട, അങ്ങനെ ഒരുപാട് എക്സംഷൻസ് ഉണ്ട്. അപ്പോൾ കുഞ്ഞു കമ്പനികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ടേൺ ഓവറൊന്നും ഇല്ലാത്ത, വലിയ ക്യാപിറ്റൽ ഇല്ലാത്ത, ഈ വലുതെന്ന് പറയാൻ പറ്റില്ല. 20 കോടിയാണിത്. 20 കോടി എന്ന് പറയുന്നത് ചെറിയ എമൗണ്ട് അല്ല. ഇപ്പോൾ കൂട്ടിയിരിക്കുന്ന അതിലും വലിയ എമൗണ്ടാണ്. അതുകൊണ്ട് അതെന്താണ് അതിൻ്റെ ഉദ്ദേശം എന്ന് എനിക്കറിയത്തില്ല. സ്മോൾ കമ്പനി എന്ന് പറഞ്ഞിട്ട് അത് മേ ബി ക്യാപിറ്റൽ ഒത്തിരി ഉള്ളതുകൊണ്ടായിരിക്കാം. ടേൺ ഓവർ 40 കോടിയാണ് ഇപ്പോൾ കൂട്ടിയിരിക്കുന്നത്, അതിൽ വലിയ എമൗണ്ടാണ്. അപ്പോൾ ഇത്തരം കമ്പനികളെയാണ് നമ്മൾ കുഞ്ഞു കമ്പനികൾ എന്ന് പറയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ നാളൊരു കാലത്ത് ഇപ്പോൾ ഇത്രയും എമൗണ്ടൊക്കെ കൂട്ടിയ സ്ഥിതിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അതായത് കുറച്ചുകൂടി കഴിഞ്ഞിട്ടേ ഇപ്പോൾ കൂട്ടിയിരിക്കുന്നത് എന്താണ്, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ വന്നിട്ട് ത്രെഷോൾഡ് ലിമിറ്റ് 10, ടേൺ ഓവർ വന്നിട്ട് 100 കോടിയാണ്. അപ്പോൾ 100 കോടി എന്ന് പറഞ്ഞാൽ വലിയ എമൗണ്ടാണ് അല്ലേ. അപ്പോൾ മൈക്രോ സ്മോൾ കമ്പനി എന്ന് കൂടെ വരാമായിരുന്നു ഭാവിയിൽ, ഒരു പക്ഷേ വരുമായിരിക്കും. കാരണം മൈക്രോ സ്മോൾ കമ്പനീസ് പറഞ്ഞൊക്കെ ചിലപ്പോൾ വരും. കാരണം അല്ലാതെ ഇപ്പോഴത്തെ ഈ ഇത് വെച്ചിട്ട് എന്താണ് ഇതിങ്ങനെ വയ്ക്കുന്നത്, കാരണം കമ്പാരിറ്റീവ്ലി എമൗണ്ട് വന്നിട്ട് കൂടുതലാണ് അല്ലേ. അപ്പോൾ 100 കോടി ക്യാപിറ്റൽ 100 കോടി ടേൺ ഓവർ വന്നിട്ട് സൗമ്യ ഞാൻ പറഞ്ഞ മനസ്സിലായി. 100 കോടി ആനുവൽ ടേൺ ഓവറിനെ സ്മോൾ കമ്പനി വിളിക്കാൻ പറ്റുമോ സൗമ്യ? 100 കോടി എന്ന് വെച്ചാൽ വലിയ എമൗണ്ട് അല്ലേ അല്ലേ. അപ്പോൾ ഇപ്പോൾ ഈ ലിമിറ്റ് കൂട്ടിയപ്പോൾ തന്നെ അങ്ങനെ ഒരു ചർച്ചയുണ്ട്, 100 കോടി എങ്ങനെയാണ് സ്മോൾ കമ്പനി ആവുന്നൊരു ചർച്ചയുണ്ട്, ഒരു കോമൺ മാൻ ചിന്തിക്കുന്ന. അപ്പം അത് എൻ്റെ അഭിപ്രായത്തിൽ 100 കോടി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കേരളത്തിലേക്ക് ഒരുപാട് കമ്പനികൾ ഇതിൻ്റെ അകത്ത് നിൽക്കും. സ്മോൾ കമ്പനിക്ക് ഒരു പക്ഷേ കംപ്ലയൻസ് കുറയ്ക്കാനായിരിക്കും, പക്ഷേ എങ്കിൽ ആ പേരുമായിട്ട് അതിൻ്റെ അകത്ത് സിങ്ക് ആവുന്നില്ല പറഞ്ഞു. കാരണം സ്മോൾ കമ്പനിക്ക് ഒത്തിരി എക്സംഷൻസ് ഉള്ളത്, അത് അവർക്ക് കിട്ടുമെന്നുള്ളതായിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റാറ്റസിലാണ് കിട്ടുന്നത് എന്തൊക്കെ എക്സംഷൻ ആണെന്നുള്ള കാര്യം, ബട്ട് അതിൻ്റെ സെൻസ് മനസ്സിലാവുന്നില്ല എന്നുള്ളൂ. അല്ലെങ്കിൽ മൈക്രോ സ്മോൾ എന്ന് പറഞ്ഞ പുതിയ കാറ്റഗറികൾ കൊണ്ടുവരണം, ചെറിയ കമ്പനീസ് കൂടെ കൊണ്ടുവരണം. ഓക്കെ, ലെറ്റ് ലോ മേക്കർ ഡിസൈഡ്സ് ഓൺ ഇറ്റ്. മതി. ഓക്കെ, അപ്പോൾ ഈ പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി, ഇതൊക്കെ നമുക്ക് നിങ്ങളൊന്ന് വായിച്ചിട്ട് വാ, എന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഒറ്റ സ്ട്രെച്ചിൽ എടുത്ത് കഴിഞ്ഞ് ശരിയാവത്തില്ല. നമ്മളിനി മറ്റേ ടോപ്പിക്കിൽ എടുക്കത്തുള്ളേ, ഫസ്റ്റ് ചാപ്റ്ററിൽ പോകുമ്പോൾ എടുക്കാം. പ്രിവിലേജ് ഓഫ് എ പ്രൈവറ്റ് കമ്പനി, ഇതൊക്കെ ഒന്ന് യു പ്ലീസ് റീഡ് ഇറ്റ്. ഓക്കെ, ഹെഡിങ്സ് ഒക്കെ ഒന്ന് റീഡ് ചെയ്യാം. ഇത് നമുക്ക് അടുത്ത ചാപ്റ്റർ എടുക്കുമ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് കൂടുതലും ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ ഇതെടുക്കുന്നുണ്ടെങ്കിൽ പാടാം, നിങ്ങൾക്ക് എല്ലാം കൂടെ ബുദ്ധിമുട്ടാവും. ഓക്കെ, ഇതുവരെ കേട്ടോ. അപ്പോൾ എല്ലാവരും വന്നിട്ട് സമയമുണ്ട്. പ്രൈവറ്റ് കമ്പനിയും ഡെഫിനിഷനും പബ്ലിക് കമ്പനിയുടെ ഡെഫിനിഷനും വായിക്കുക. എന്നിട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ അഡ്വാൻറ്റേജ് എന്ന് ഇതൊക്കെ ഒന്ന് നിങ്ങളൊന്ന് വായിച്ചിട്ട് വരും. സോ പ്ലീസ് റീഡ് ഇറ്റ് സോ ദാറ്റ് സ്മോൾ കമ്പനിക്ക് നമ്മൾ അതിൻ്റെ പറഞ്ഞതാണ്, ഇപ്പോൾ പറയുന്നില്ല. ന്യൂ ഡെഫിനേഷനൊക്കെ മാറി മതി. ഈ സ്മോൾ കമ്പനി ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് ആ സ്മോൾ കമ്പനി ഒന്ന് നോക്കി വയ്ക്കുക. ഈ സ്മോൾ കമ്പനിയുടെ എന്താണ് ഡെഫിനിഷനും അതുപോലെ തന്നെ അഡ്വാൻറ്റേജും നോക്കി വയ്ക്കുക. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ വായിക്കാൻ പറഞ്ഞേ കുട്ടികളെ? എന്തൊക്കെയാണ് സാർ വായിക്കാൻ പറഞ്ഞത്? ഒന്ന്, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഡെഫിനിഷൻ.
ഈ രണ്ട് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ ഡെഫിനിഷൻ. അടുത്തത് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ പ്രൈവറ്റ് ആൻഡ് പബ്ലിക്. എനിക്ക് തോന്നുന്നു സ്കൂളിലും കോളേജൊക്കെ പഠിപ്പിക്കുന്ന കാര്യങ്ങളല്ലേ, എങ്കിലും തമ്മിലുള്ള കുറച്ച് ഡിഫറൻസ് ഒക്കെ ഇതൊന്ന് വായിക്കണം. പ്രൈവറ്റ് കമ്പനിയുടെയും പബ്ലിക് കമ്പനിയുടെയും ഡിഫറൻസ്. അടുത്തത് പഠിക്കേണ്ടത് അടുത്തത് എന്താ വായിക്കേണ്ടത് കുട്ടികളെ? എന്താ വായിക്കേണ്ടത്? സ്മോൾ കമ്പനിയുടെ എക്സംഷൻസ് എന്തൊക്കെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് വായിക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത സെഷനിൽ പാർട്ട് അത് ഇനിയൊരു ചാപ്റ്റർ ഉണ്ട് ഇതുപോലെ തന്നെ, അതിലും ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. നമുക്ക് ആ സമയത്ത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അടുത്ത സെഷൻ നമ്മൾ ഇന്ന് ഈവനിങ് വീണ്ടും ഇരിക്കുന്നുണ്ട് അല്ലേ. റെഗുലർ ക്ലാസ് ഉണ്ട്, സ്പെഷ്യൽ ക്ലാസ് ആയിരുന്നു. ഞാൻ നോക്കട്ടെ, പറ്റിയെങ്കിൽ ഓഡിറ്റ് എടുക്കാം, നാളെ എങ്കിൽ ഇതെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് വായിക്കുക. ഇന്നിപ്പോൾ വൈകിട്ടുകൊണ്ട് ഇതിലിപ്പോൾ വായിക്കാൻ പറ്റില്ലെന്ന് അറിയത്തില്ല. അപ്പോൾ ഈ ചാപ്റ്റർ കണ്ടല്ലോ, ഒരു പ്രത്യേകതരം ചാപ്റ്ററാണ്. ഇതിനകത്ത് മെയിനായിട്ട് ചോദിച്ചിട്ടുള്ളത് കമ്പനി സിറ്റിസൺ ആണെന്നുള്ള ചോദ്യമാണ് മെയിൻ. പിന്നെ ചോദിച്ചിട്ടുള്ളത് ഈ സ്മോൾ കമ്പനി, പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി ഡിഫറൻസ് ചോദിക്കൂല എന്ന് പറയാൻ പറ്റത്തില്ല, അത് നോക്കാം. സ്മോൾ കമ്പനിക്ക് ഇപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്, ചിലപ്പോൾ ഒരു പക്ഷേ അത് ചിലപ്പോൾ ഈ പ്രാവശ്യം ചോദിച്ചേക്കാം. ഡിസഡ്വാൻറ്റേജസ് ഓഫ് എ കമ്പനി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ബേസിക്, ഇത് ഇത്രയും പെട്ടെന്ന് എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇത് ടേക്ക് ചെയ്യാൻ പറ്റുന്നതിന് കാരണം ഞാൻ പറഞ്ഞു, നമ്മളിതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഇത് നോക്കുന്നതുകൊണ്ടാണ്. ഇത് തലകുത്തിനായിരുന്നുണ്ടെങ്കിൽ സൗമ്യക്ക് മനസ്സിലായില്ലേ, തലകുത്തിനായിരുന്നുണ്ടെങ്കിൽ ഇത് മുഴുവനും പറഞ്ഞു പോകണം അല്ലേ സൗമ്യ? അതെ സർ. ഇതിപ്പോൾ നമ്മൾ തലകുത്തിനായിട്ട് നമുക്ക് കമ്പനി അറിയാം, ഡയറക്ടർ അറിയാം, മീറ്റിംഗ് അറിയാം, നോട്ടീസ് അറിയാം, ഇതെല്ലാം അറിയാമെന്നുള്ളതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് നമുക്ക് ഇതൊക്കെ എന്ത്, കാരണം പഴയത് വെച്ച് നോക്കുന്നത് ഒന്നുമല്ല അല്ലേ. പക്ഷെ ബേസിക്സിന് ചോദ്യം ചോദിക്കും. ഇനിഷ്യൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, അതായത് 1, 2, 3 ഫസ്റ്റ് പാക്ക്, സെക്കൻഡ് പാക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം ബേസിക്സിനായിരിക്കും വരുന്നത്. അതായത് ഈ മെമ്മറാണ്ടം, ആൾട്ടറേഷൻ ഓഫ് ആർട്ടിക്കിൾസ്, ടൈപ്സ് ഓഫ് കമ്പനി, ഇതൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഡിസ്റിഗാർഡ് ചെയ്ത പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നോക്കട്ടെ. അപ്പോൾ ഇത് ഇന്ന് തന്നെ വായിച്ച് തീർക്കണേ. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ട് ഇത് ഓഡിറ്റ്, അക്കൗണ്ട്സ് ഓഡിറ്റ് എടുക്കാം. സോ ദാറ്റ് ഇതിനൊരു സമയം കിട്ടും. എന്നിട്ട് നാളെ രാവിലത്തെ സെഷനിൽ വന്നിട്ട് നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാന്ന് വെച്ചാൽ ഇതിന് പാർട്ട് എ, ഇനി ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് കൊണ്ട് ഇത് ക്ലിയർ ആക്കണം, നാളെ ക്ലാസ്സിൽ ഇത് അറിയണം. ഓക്കെ, പ്രൈവറ്റ് കമ്പനി ഡെഫിനിഷൻ, പബ്ലിക് കമ്പനി ഡെഫിനിഷൻ, ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈവറ്റ് ടു പബ്ലിക്, അതുപോലെ തന്നെ സ്മോൾ കമ്പനിയുടെ അഡ്വാൻറ്റേജ്. ഓക്കെ, അപ്പോൾ അതോടുകൂടി ഒരു ചാപ്റ്റർ കഴിഞ്ഞു. ഇതൊന്ന് വായിച്ചു വയ്ക്കുക, കാരണം ഇതിന് കണ്ടിന്യൂ ചെയ്യും. ഇനി പാർട്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ ഇത് തന്നെ വീണ്ടും വരും. അത് നമുക്ക് അടുത്ത സെഷനിൽ എടുക്കാം. ഈവനിങ് ഇഫ് എവറിത്തിങ് ഗോസ് ഗുഡ് നമുക്ക് അക്കൗണ്ട്സ് ഓഡിറ്റ് നോക്കാം. സോ ദാറ്റ് ഒരു ചേഞ്ച് വരും, ഒരു മോണോട്ടോമസിൽ നിന്ന് കുറച്ച് മാറ്റം വരും. അപ്പോൾ എല്ലാവരും പഠിക്കുക, പറ്റിയാൽ ഇന്ന് തന്നെ ഇതൊക്കെ ഒന്ന് വായിച്ച് തീർക്കുക. നമുക്ക് അടുത്ത സെഷനിൽ കാണാം. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ?